സൈലൻസ് ക്യാൻ സ്പീക്ക് 1,000 വേർഡ്സ്. അതുകൊണ്ടാണോ ശരിക്കും എമ്പുരാനെ ചുറ്റിപ്പറ്റിയും എല്ലാം ഡിസ്കഷൻസ് ഉണ്ടായ സമയത്ത് ഞാൻ റിയാക്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു ഡിസിഷൻ എടുത്ത് അതുകൊണ്ടാണ്? I stand by my film. That's all. Shouldn't you? No, you don't feel. No, my film will talk. My film is there to talk. Why should I talk? ഞാനങ്ങനെ എന്താ പറയുക, എൻ്റെ സിനിമയെ ജസ്റ്റിഫൈ ചെയ്തിട്ട് അങ്ങനെയൊന്നുമല്ല. എൻ്റെ സിനിമ, മൈ ഫിലിം ഈസ് ഔട്ട് ദെയർ ഫോർ യു പീപ്പിൾ ടു സീ. ഇന്ത്യൻ നിയമവ്യവസ്ഥയെ ബ്രേക്ക് ചെയ്യാതെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എൻ്റെ ശരികളിൽ ഊന്നി ഞാൻ ഇനിയും എഴുതും എന്ന് ഏത്? അബ്സല്യൂട്ട്ലി ഇന്ത്യൻ നിയമവ്യവസ്ഥയെ അംഗീകരിച്ചുകൊണ്ട് തന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്യും. അത്രേ ഉള്ളൂ. അതിൽ യാതൊരു അപ്പോളജറ്റിക്കും അല്ല. ഇന്ന് നമ്മുടെ സൊസൈറ്റിയിൽ ഒരു പക്ഷേ അത് മനസ്സിലാവുന്നുണ്ടായിരിക്കാം, ഒരു സെക്ഷൽ ഫ്രസ്ട്രേഷനെ കുറിച്ചും ഇമ്പോർട്ടൻസിയെക്കുറിച്ചും അല്ലെങ്കിൽ സെക്ഷലി അവെയർ അല്ലാത്തതിനെക്കുറിച്ചും വൈകൃതങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് ചർച്ചകൾ നടക്കുന്ന ഒരു കാലമാണ് ഇന്ന്. എന്തുകൊണ്ടാണ് ആ ഒരു സബ്ജക്റ്റ് അന്ന് എടുക്കാനുള്ളൊരു റീസൺ? ആ ഒരു തോട്ട് പ്രോസസ് എവിടെ നിന്നാണ്? സബ്ജക്ട്സ് കം ടു യു. അത് ഈ നാച്ചുറലി, അപ്പോൾ ഈ നാച്ചുറലി ആയിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ അത് എടുക്കാറുമില്ല ഞാൻ. അപ്പം എനിക്ക് പറയണം എന്ന് വളരെയധികം തോന്നിയ ഒരു സബ്ജക്റ്റ് മാത്രമേ ഞാൻ എപ്പോഴും എടുത്തു. ആ ക്യാരക്ടർ ചെയ്യാനായിട്ട് ഒരുപാട് ആക്ടേഴ്സിനെ അന്ന് ഞാനും അരുണും കൺസിഡർ ചെയ്തു. അപ്പോൾ ദേ വർ ഓൾ വെരി ഇമേജ് കോൺഷ്യസ്. ആക്ടർ ഷുഡ് നെവർ ബി ബോതർഡ് അബൌട്ട് ഇമേജ് എന്നാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ്. കാരണം ആക്ടിങ് ഈസ് ഓൾ അബൌട്ട് ഇമേജ് ബ്രേക്കിംഗ്. അച്ഛൻ ശരിക്ക് ഞാനൊരു അച്ഛൻ്റെ ഒരു ഫാൻ എന്നുള്ള നിലയിൽ ആൻ ആക്ടർ 86 അച്ഛനും ഈ സ്ട്രോക്ക് വരുന്നതിന് മുമ്പ് അച്ഛൻ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സിൻ്റെ വെറൈറ്റി, മാസീവ് വെറൈറ്റി ട്രൈ ചെയ്തു. സോ ഹി ഹാസ് ഡൺ എവറിത്തിങ് പോസിബിൾ. ഞാൻ നായർ, ക്യാപ്റ്റൻ CS നായർ. ഈ പത്രത്തിന്റെ പാരമ്പര്യം തെറ്റിച്ച് പരസ്യം വെച്ചടിക്കാൻ തനിക്കാരോട് അധികാരം തന്നത്? അത് ഒരു വശവും ഇല്ലാതെ, ഒരു വോയിസ് ഇല്ലാതെ, ഒരു ഫേഷ്യൽ ഒരു ഹാഫ് ഇല്ലാതെ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളിനാണ് ഈ സെക്കൻഡ് പാർട്ടിൽ കണ്ടിട്ടുള്ളത്. അച്ഛൻ പറയും 2% അഭിനയിച്ചിട്ട് വരാമെന്ന് പറയും. എന്ന് പറഞ്ഞാൽ അച്ഛൻ ഉദ്ദേശിക്കുന്നത്, അപ്പോൾ ഈ അച്ഛൻ്റെ പൊട്ടൻഷ്യലിലെ ഒരു 2% ആണ് ഈ പോകുന്നത് വെളിയിൽ. പലപ്പോഴും ബാഹ്യ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ആസ് എ ഫിലിം മേക്കർ ഈ മൂവിയുമായിട്ടല്ലാത്ത കാര്യങ്ങൾ കൊണ്ട് മൂവിയിൽ ചർച്ചകൾ വരുമ്പോൾ അത് എത്രത്തോളം മുരളി ഗോപി എന്ന ഫിലിം മേക്കറെ ഫ്രസ്ട്രേറ്റഡ് ആക്കാറുണ്ട്? നമ്മളെ ധരിപ്പിച്ചിരിക്കുന്നത് നമ്മളൊരു വലിയ ജനാധിപത്യ രാഷ്ട്രത്തിൽ വലിയ സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കുന്നു എന്നാണ്. പക്ഷെ അതല്ല. ഫ്രസ്ട്രേറ്റഡ് ആവില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഫ്രസ്ട്രേറ്റഡ് ആവും ആരായാലും. പക്ഷെ ആ ഫ്രസ്ട്രേഷനുമായി ജീവിക്കുക എന്നുള്ളത്, യു ഹാവ് ടു ലിവ് വിത്ത് ഇറ്റ്. വാട്ട് ഈസ് യുവർ പൊളിറ്റിക്സ് എന്ന് ഞാൻ ശരിക്കും ആലോചിക്കാറുണ്ട്. കാരണം യു നീഡ് ടു ബി വെരി സ്ട്രോങ്. യു നീഡ് ടു ഹാവ് ആ ഒരു തോട്ട് പ്രോസസ് ഷുഡ് ബി കറക്റ്റ്. ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരാൾ, പ്രത്യേകിച്ച് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ അനുഭാവിയാവുന്നതല്ല അയാളുടെ പൊളിറ്റിക്സ് എന്നാണ്. ഒബ്സർവേഴ്സ് സ്റ്റാൻഡ് പോയിന്റ് ഉണ്ട്. അതാണ് ഒരു ക്രിയേറ്ററിന്റെ സ്റ്റാൻഡ് പോയിന്റ്. ഫ്ലെക്സിബിൾ ആണോ? അതായത് നമുക്കിപ്പോൾ ഒരു 10 ഹെലികോപ്റ്റർ ആയിരിക്കാം നമ്മുടെ ആഗ്രഹം, പക്ഷേ 3 ബഡ്ജറ്റേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 3 എന്നപ്പോൾ പറയുമ്പോൾ ഉടനെ എന്നാ പിന്നെ പോട്ടെ, എൻ്റെ 10 വെട്ടി വെച്ചേക്കാം. ആ ടൈപ്പ് ഓഫ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ സൈസിന്റെ ഒരു ഫാൻ അല്ല, ഇൻ ദ സെൻസ് ഒരു മൗണ്ടിങ് ഇമ്പാക്റ്റിന്റെ ഫാൻ. ഇറ്റ് ഈസ് എ സ്ക്രീൻ പ്ലേ ആൻഡ് ദ ഡ്രാമാറ്റിക് പ്രോഗ്രഷൻ ദാറ്റ് ഡിക്റ്റേറ്റ്സ് വേർ ഹി ഷുഡ് ട്രാവൽ ആൻഡ് ഹൗ ഹി ഷുഡ് ട്രാവൽ. ഇപ്പോൾ താങ്കളുടെ സിനിമകൾ കാണുന്ന സമയത്ത് വരുന്ന ചർച്ചകൾ പറയുന്നതാണ് മുരളി നാളെ രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ പ്ലാൻ ഉള്ള ഒരാളാണ്. വാട്ട് ഈസ് എ ഗുഡ് ഫിലിം ടു യു? മുരളി ഗോപി എന്ന് പറയുന്ന ഒരാളെ വരും തലമുറ എങ്ങനെ അറിയണമെന്നാണ് ആഗ്രഹിക്കുന്നത്? അല്ലെങ്കിൽ വാട്ട് ഈസ് എ ലെഗസി ദാറ്റ് യു വോണ്ട് ടു ലീവ് ബിഹൈൻഡ്? ദൃശ്യം 3 വന്നു കഴിയുമ്പോൾ മുരളി ഗോപിയെ നമ്മൾ ദൃശ്യം 3 കാണുമോ? സൈന സൗത്ത് പ്ലസിൻ്റെ MYOPയുടെ ഒരു സമ്മാനം, അനന്തൻ കാർഡിൻ്റെ പേര് വെച്ചിട്ടുള്ള MYOPയുടെ പെർഫ്യൂം മുരളി ചേട്ടന് ഗിഫ്റ്റായിട്ട് കൊടുക്കുകയാണ്. അത് അതിൽ എൻഗ്രേവ് ചെയ്തതാണ്. അനന്തൻ കാർഡ് ഫ്രം MYOP. ഓക്കെ മുരളി ചേട്ടാ. സിനിമകൾ ചരിത്രമാണ്. അപൂർവം ചിലരുടെ സ്ക്രിപ്റ്റുകളും ഒരു നൂറ്റാണ്ടിൻ്റെ ഭാഷയായേക്കാം. അങ്ങനെ ഒരു ആക്ടറായും സ്ക്രിപ്റ്റ് റൈറ്ററായും തൻ്റെ കയ്യൊപ്പ് നമുക്ക് സമ്മാനിച്ച മുരളി ഗോപിയാണ് ഇന്ന് സൈന സൗത്ത് പ്ലസ് പ്രസൻസ് ലൈഫ് ബിഹൈൻഡ് ദി മൈക്ക് പോഡ്കാസ്റ്റിൽ റേണുവിൻ്റെ കൂടെയുള്ളത്. വെൽക്കം. മുരളി ചേട്ടാ, ഇപ്പോൾ ഇനി താങ്കളുടെ സ്ക്രിപ്റ്റിൽ പുതിയ സിനിമ വരികയാണ്, അനന്തൻ കാർഡ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു സ്ക്രിപ്റ്റിൽ ആ ഒരു ഇതിൻ്റെ ടീസറിൽ താങ്കൾ പാടിയിട്ടുണ്ട്. വളരെ പ്രതീക്ഷയോടെയാണ് താങ്കളുടെ ഓരോ സ്ക്രിപ്റ്റുകളും നമ്മൾ കാത്തിരിക്കുന്നത്, സിനിമ കാത്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രിമൈസ് എന്താണ്, സ്കെയിൽ എന്താണ്, ഏത് ടൈപ്പ് ഓഫ് മൂവിയാണ്? കോളേജ് പഠിച്ചിരുന്ന കാലത്ത് കണ്ടതും കേട്ടതുമായ കുറച്ച് സംഭവങ്ങളെ തുന്നിയിട്ടുള്ളൊരു കഥയാണ്.
ഇത് വളരെ മുമ്പ് തന്നെ മനസ്സിലുണ്ടായിട്ടുള്ളൊരു തോട്ടാണ് ഇതൊരു സിനിമയാക്കണം എന്നുള്ളത്. അതിപ്പോഴാണ് അത് ഒത്തു വന്നത് കാര്യങ്ങളെല്ലാം. ഇത് ഡയറക്റ്റ് ചെയ്യുന്നത് GN കൃഷ്ണകുമാറാണ്. ടിയാൻ എന്ന് പറയുന്ന എൻ്റെ നേരത്തെ ഒരു സ്ക്രീൻ പ്ലേ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രൊഡ്യൂസ് ചെയ്യുന്നത് മിനി സ്റ്റുഡിയോസാണ്, S വിനോദ് കുമാർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൽ ആര്യ, ഇന്ദ്രൻ ചേട്ടൻ, ദേവ് മോഹൻ, അപ്പാനി ശരത്ത്, നിഖില വിമൽ, ശാന്തി ബാലേന്ദ്രൻ, അങ്ങനെ ഒരുപാട് വിജയരാഘവൻ ചേട്ടൻ, അങ്ങനെ ഒരുപാട് വലിയൊരു കാസ്റ്റ്, ഒരു താരനിര തന്നെ ഇതിൽ പെർഫോം ചെയ്യുന്നുണ്ട്. ഞാനൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട് ഇതിനകത്ത്. എഴുത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലിറിക്സ് വന്നെത്തിയ ഒരു സംഭവമാണ് എനിക്ക് ലിറിക്സ് എഴുത്തെന്ന് പറയുന്നത്. ഇപ്പം വളരെ എൻജോയ് ചെയ്യുന്നൊരു പുതിയ മേഖലയാണ്. കവിതകൾ വളരെ ഗുപ്തമായിട്ട് എഴുതുമായിരുന്നെങ്കിലും ലിറിക്സ് എന്ന് പറയുന്നത് ഒരു രസമുള്ളൊരു ഏർപ്പാടാണെന്ന് ഇപ്പോഴാണ് മനസ്സിലാക്കി തുടങ്ങുന്നത്. അപ്പോൾ ഇതിലെ ലിറിക്സ് എഴുതിയതും ഈ പാട്ട് പാടിയതും അനന്തൻകാടിൻ്റെ ടീച്ചറിൻ്റെ പാട്ട് പാടിയതും അങ്ങനെയാണ്. ഈ സ്കെയില് ഇപ്പം ഞാൻ താങ്കൾ ഈ പേരുകളെല്ലാം പറഞ്ഞിടത്തോളം ഞാൻ ഇങ്ങനെയാണ് ആ സ്കെയിലിനെ കാണുന്നത്. ആ ഒരു സ്കെയിലിൽ ഉള്ള സിനിമയാണത്. അതിൻ്റെ ഒരു പ്രിമൈസ് എന്ന് പറയുന്നത് ഈ 90s എന്ന് പറയുമ്പോൾ ഏതൊരു 90s ഞാൻ കണ്ടിട്ടുള്ള കാര്യങ്ങളും കേട്ടിട്ടുള്ള സംഭവങ്ങളും അന്ന് കോളേജ് പഠിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നിട്ടുള്ള, അന്ന് ഈ കോളേജ് ട്രൂപ്സിലും ഒക്കെ പാട്ടുപാടി നടക്കുന്ന സമയത്ത് പരിചയപ്പെട്ടിട്ടുള്ള ചില മുഖങ്ങളും ചില ആൾക്കാരും അവരുമായിട്ടുള്ളൊരു സഹവാസവും അതിൽ നിന്ന് കണ്ട ചില കാര്യങ്ങളും അങ്ങനെ പുറത്തു വരാത്ത ഒരുപാട് സംഭവങ്ങളും ഒക്കെ കോർത്തിണക്കിയിട്ടുള്ളൊരു സാധനമാണ്. താങ്കളുടെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മുഖം കാണാൻ സാധിക്കുമോ? അത് കാഴ്ചക്കാരാണ് പറയേണ്ടത്. കാരണം എല്ലാ നടനും അല്ലെങ്കിൽ എല്ലാ റൈറ്ററും അവരുടെ ഓരോ സിനിമയും നേരത്തെ നിന്ന് വിഭിന്നമായിരിക്കും എന്ന് പ്രതീക്ഷിച്ചാണ് ചെയ്യുന്നത്. അത് വിഭിന്നമാകുമോ ഇല്ലയോ എന്നുള്ളത് ഇറ്റ് ഈസ് അപ് ടു ദ വ്യൂവർ ടു ഡിസേൺ ആൻഡ് ടെൽ. അപ്പോൾ അത് ഞാൻ വ്യൂവറിന് വിട്ടുകൊടുക്കുന്നൊരു കാര്യമാണ്. ഞാൻ പരമാവധി ഡിഫറെൻ്റ് ആകാൻ നോക്കിയിട്ടുണ്ട്. ഡിഫറെൻ്റ് ആവുന്ന സിനിമകളെക്കുറിച്ച് പറയുന്നതിന് മുന്നേ തന്നെ താങ്കളുടെ സ്ക്രിപ്റ്റുകൾ എടുക്കുകയാണെങ്കിലും ഇപ്പം ഏത് സിനിമകൾ താങ്കൾ എഴുതിയ സിനിമ എടുത്തിട്ടുണ്ടെങ്കിലും ഒരു ക്യാരക്ടറിനെ കുറിച്ച് പറയുമ്പോൾ സൊസൈറ്റി ആൻഡ് സിസ്റ്റം അത് വളരെ ഇടപഴകി വരുന്ന തരം ക്യാരക്ടേഴ്സാണ്. അതായത് ഒരു ക്യാരക്ടർ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും ആ സൊസൈറ്റിയും സിസ്റ്റവും അതിന് റെസ്പോൺസിബിൾ ആണെന്നുള്ളൊരു ധ്വനി കൂടി ആ ഒരു ക്യാരക്ടറിൽ നിന്ന്, സിനിമയിൽ നിന്ന് കിട്ടാറുണ്ട്. അത് വളരെ കോൺഷ്യസ് ആയിട്ട് എഫേർട്ട് എടുത്ത് എഴുതുന്നൊരിതാണോ? ലൈക്ക് ഹൗ ഡു യു ലാൻഡ് ഓൺ ഒരു പ്രിമൈസിലോട്ടൊക്കെ എങ്ങനെയാണ് വരുന്നത്? നോ മാൻ ഈസ് ആൻ ഐലൻഡ് എന്ന് പറയുമല്ലോ. സോഷ്യൽ ഇന്ററാക്ഷൻസിൽ നിന്നാണ് ഹ്യൂമൻ ഡ്രാമ ഉണ്ടാവുന്നത്. ഈവൻ നമ്മുടെ എലോൺനെസ്സും നമ്മുടെ ലോൺലിനെസ്സും വരെ ഇന്ററാക്ഷൻസിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു ഫോളോ ഔട്ടാണ്. അപ്പോൾ ആ നിലയ്ക്ക് സൊസൈറ്റിയെ മാറ്റി നിർത്തിയിട്ട് ഹ്യൂമൻ ഡ്രാമ ഒരു കഥ പറയുക പ്രയാസമാണ്. വിത്ത് റെഫറൻസ് ടു ദ സൊസൈറ്റി ഓർ ഇൻ റിലേഷൻ ടു ദ സൊസൈറ്റി എന്നുള്ള നിലയിൽ മാത്രമേ ഒരു കഥയെ നമുക്ക് കൺസീവ് ചെയ്യാൻ പറ്റുള്ളൂ. ബിക്കോസ് ഇന്ററാക്ഷൻസ്, ഡയലോഗ് വരുമ്പോഴാണല്ലോ നമുക്ക് ഡ്രാമ വരുന്നത്. രണ്ടുപേർ സംസാരിക്കാതെ ഒരു ഡ്രാമ ഉണ്ടാവില്ലല്ലോ. ഈവൻ നമ്മൾ ഉള്ളിൽ തന്നെ ഒരാൾ മാത്രമുള്ളൊരു സിനിമ ചെയ്യുമെങ്കിൽ തന്നെ അതിനകത്ത് റെഫറൻസ് എന്ന് പറയുന്നത് എപ്പോഴും സൊസൈറ്റി തന്നെ, അല്ലെങ്കിൽ സോഷ്യൽ ലൈഫ് എന്ന് പറയുന്നത് തന്നെ ആയിരിക്കും അതിൻ്റെ റെഫറൻസ്. എന്നാലല്ലേ ഈ ലോൺലിനെസ് പോലും കാണിക്കാൻ പറ്റും. അപ്പോൾ എവറിത്തിങ് ഈസ് ഇൻ ഇന്ററാക്ഷൻ. അപ്പോൾ ആ ഇന്ററാക്ഷൻ ഉള്ളിടത്തോളം കാലം ഈ ഒരു റെഫറൻസ് എന്തായാലും കാണും. അതൊരു പ്രിമൈസിലേക്ക് വരുമ്പോൾ ഹൗ ഡു യു ലാൻഡ് ഓൺ എ പ്രിമൈസ്? അതായത് അത് ഈ ഒരു സിസ്റ്റത്തിൽ വേണം, ഈ ഒരു ഇതിൽ വേണം എന്നുള്ളത് ആ ഒരു ക്യാൻവാസ് എങ്ങനെയാണ് ബിൽഡ് ചെയ്യുന്നത്? അത് സബ്ജക്റ്റ് ആണ് ഡിസൈഡ് ചെയ്യുന്നത്. നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഡിക്റ്റേറ്റ് ചെയ്യുന്നത് ഏത് തരം ക്യാൻവാസിൽ അതിനെ ചെയ്യണം, എന്തായിരിക്കണം അതിൻ്റെ മിലിയു, അതിൻ്റെ ഡ്രമാറ്റിക് പ്ലാറ്റ്ഫോം എന്തായിരിക്കണം എന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്ന ആ സബ്ജക്റ്റാണ്. അപ്പോൾ ദ റൈറ്റേഴ്സ് ഡ്യൂട്ടി ഈസ് ടു ജസ്റ്റ് ഫോളോ ദി സബ്ജക്റ്റ്. അതിനെ ഫോളോ ചെയ്ത് അത് പോകുന്ന സ്ഥലങ്ങൾ എവിടേക്കാണെന്ന് അറിഞ്ഞ് അത് എഴുതുക എന്നുള്ളതാണ് ഒരു റൈറ്ററിൻ്റെ കടമ എന്ന് പറയുന്നത്. മുരളി ഗോപി ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ആൻഡ് ആക്ടറായിട്ട് ഒരേ സിനിമയിലാണ് ടേക്ക് ഓഫ് ചെയ്യുന്നത്. ആസ് ആൻ ആക്ടർ ഹൗ ഡു യു വാല്യൂ യുവർ സെൽഫ്? ആക്ടർ എന്നുള്ള നിലയിൽ ഞാൻ വെറൈറ്റിയാണ് എപ്പോഴും സെർച്ച് ചെയ്യുന്നത്. എനിക്ക് കിട്ടുന്ന ഓഫേഴ്സിലും ഡിഫറൻസ് സ്ട്രൈക്ക് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സാണ് ഞാൻ എടുക്കുന്നത്. പിന്നെ ആക്ടിങ്ങിനെ കുറിച്ചുള്ള ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഇറ്റ് ഡിഫേഴ്സ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. ഒരു വ്യൂവറിൻ്റെ ഒപ്പീനിയൻ ആയിരിക്കില്ല വേറൊരു വ്യൂവറിനുള്ളത്. അപ്പോൾ ദാറ്റ് ഈസ് ഓൾ അപ് ടു ദ വ്യൂവർ. ഞാനെപ്പോഴും വെറൈറ്റി ആണ് നോക്കാറുള്ളത് എൻ്റെ ക്യാരക്ടേഴ്സിൽ. ഇപ്പം ഞാൻ ഇൻ്റർവ്യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ എക്സ്പ്രസ് ചെയ്യുന്ന പേഴ്സണലി ഞാനിപ്പോൾ എനിക്കൊരു എക്സ് ആണ് എൻ്റെ ഫീലിംഗ് എങ്കിൽ 10x ആണ് എൻ്റെ മുഖത്ത് വരിക. ഐ എം വെരി എക്സ്പ്രസീവ്. അപ്പം എപ്പോഴും ഞാനതിന് ക്രിട്ടിസൈസ്ഡ് ആവാറുണ്ട്. ഐ നോ ചിലപ്പോൾ എനിക്ക് തോന്നും അത് ഇനി ഇത്ര എക്സ്പ്രഷൻ വേണ്ട, എക്സ്പ്രഷൻ കുറയ്ക്കണം തോന്നാറുണ്ട്. സെയിം വേ നമ്മളെപ്പോഴും നമ്മളെ കുറിച്ച് നോക്കാറുണ്ടല്ലോ. സോ വെൻ യു ലുക്ക് അറ്റ് യു ആസ് ആൻ ആക്ടർ, സ്വയം നോക്കുന്ന സമയത്ത് ഹൗ ഡു യു
റേറ്റ് യുവർ സെൽഫ്? ലൈക്ക് നമ്മളെ കുറിച്ച് എന്താ നമ്മൾ I തോന്നുന്നത്? don't rate myself. യു ഡോണ്ട് ഡു ദാറ്റ്. No, because ഒരു ആക്ടറിന്റെ ഹിസ് ഡ്യൂട്ടി ഈസ് ടു ജസ്റ്റ് ഡു ദ ക്യാരക്ടർ. റേറ്റിംഗ്സ് ഒക്കെ എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ആക്ട് ഓഫ് കമ്പാരിസൺ. അങ്ങനെയൊന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ ചെയ്ത ഒരു ക്യാരക്ടറിന്റെ എഫക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൺ ദ ഓഡിയൻസ്. അപ്പോൾ ഓഡിയൻസ് ആയിട്ട് നിന്നിട്ട് ക്യാരക്ടറിനെ കണ്ടുകൊണ്ടാണ് ഒരു ആക്ടർ പെർഫോം ചെയ്യുന്നത്. പെർഫോം ചെയ്യുമ്പോൾ പോലും അതിനൊരു കാഴ്ചക്കാരൻ്റെ ഐയിലൂടെയും അത് കാണുന്നുണ്ട്. എന്നിരുന്നാലും റേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ്, ഒരു ട്രൂ ആർട്ടിസ്റ്റ് ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല അയാളുടെ വർക്കിൽ. അപ്പോൾ അത് റൈറ്റിംഗ് ആയാലും ശരി, ആക്ടിങ് ആയാലും ശരി, ഗായകൻ എന്നുള്ള നിലയിലായാലും ശരി, ഏത് ആർട്ടിസ്റ്റിനും അവൻ സാറ്റിസ്ഫൈഡ് ആവുന്ന മൊമെന്റിൽ അവൻ്റെ ഡെത്ത് വരും. ആർട്ടിസ്റ്റിക് ഡെത്ത്, ക്രിയേറ്റീവ് ഡെത്ത് എന്ന് പറയുന്ന സാധനം സംഭവിക്കും. ഞാൻ അങ്ങനെ കാണാറുള്ളൂ. ഞാൻ നെവർ സാറ്റിസ്ഫൈഡ് വിത്ത് മൈ വർക്ക്. ഐ ഓൾവേസ് സീ പ്ലെൻറ്റി ഓഫ് സ്കോപ്പ് ടു ഇംപ്രൂവ് എവ്രിവെയർ. സോ അതൊരു ബേസിക് നെസസിറ്റി ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. താങ്കളുടെ സിനിമകളിൽ താങ്കൾ അഭിനയിച്ച എനിക്ക് ഈ അടുത്ത കാലത്ത് എൻ്റെ ഫേവറേറ്റ് മൂവിയാണ്. ഇത്രയും സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും കാരണം ഞാൻ പത്മരാജൻ സിനിമകളുടെ ഒരു വലിയ ആരാധികയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ സിനിമകൾ അന്ന് കാലത്തിന് മുന്നേ സഞ്ചരിച്ച സിനിമകൾ എന്ന് പറഞ്ഞതാണ്. ഇന്നും നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകളും എൻ്റെ ഫേവറേറ്റ് തൂവാനത്തുമ്പികളും ഒക്കെ കാണുമ്പോഴും ഐ ഹാവ് ദറ്റ് ഫീൽ. എനിക്ക് ആ 80കളിൽ എന്ന് വെച്ചാൽ അതെൻ്റെ യൗവനകാലം അല്ലാതെ, പക്ഷെ എനിക്കത് ഫീൽ ചെയ്യാനായിട്ടും ഇപ്പോഴും മനസ്സിലാവുന്ന കണ്ണ് നിറയിക്കുന്ന രംഗങ്ങളുള്ള സിനിമകളാണ് ഇതെല്ലാം. താങ്കളുടെ സിനിമകളെ എനിക്കിഷ്ടമുള്ള റീസൺ അതും കാലത്തിന് മുന്നേ സഞ്ചരിക്കുന്ന സിനിമകളായിട്ടാണ് എനിക്ക് തോന്നാറുള്ളത്. ഈ അടുത്ത കാലത്തൊക്കെ പ്രത്യേകിച്ച് ഇന്ന് നമ്മുടെ സൊസൈറ്റിയിൽ ഒരു പക്ഷേ അത് മനസ്സിലാവുന്നുണ്ടായിരിക്കാം. ഒരു സെക്ഷൽ ഫ്രസ്ട്രേഷനെ കുറിച്ചും ഇമ്പോർട്ടൻസിയെക്കുറിച്ചും അല്ലെങ്കിൽ സെക്ഷലി അവെയർ അല്ലാത്തതിനെക്കുറിച്ചും വൈകൃതങ്ങളെക്കുറിച്ചും ഒക്കെ ഒരുപാട് ചർച്ചകൾ നടക്കുന്ന ഒരു കാലമാണ് ഇന്ന്. പക്ഷെ താങ്കൾ ആ സിനിമ ഇറക്കുന്ന സമയത്ത് അത് അത്രയും ചർച്ചയായിട്ടുള്ള ഒരു സിനിമയല്ല. അപ്പോൾ ആ സബ്ജക്റ്റ് തന്നെ ചൂസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റാണ്. താങ്കൾ മുന്നേ സഞ്ചരിച്ച ഒരാളാണ്. ആദ്യത്തെ എൻ്റെ ചോദ്യം, എന്തുകൊണ്ടാണ് ആ ഒരു സബ്ജക്റ്റ് അന്ന് എടുക്കാനുള്ളൊരു റീസൺ? ആ ഒരു തോട്ട് പ്രോസസ്സ് എവിടെ നിന്നാണ്? നമ്മളൊരു സബ്ജക്റ്റ് എടുക്കാനുള്ള റീസൺ എന്താണെന്ന് ഒരു റൈറ്ററിന് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം സബ്ജക്ട്സ് കം ടു യു. അത് ഈ നാച്ചുറലി. അപ്പോൾ ഈ നാച്ചുറലി ആയിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ അത് എടുക്കാറുമില്ല ഞാൻ. അപ്പം എനിക്ക് പറയണം എന്ന് വളരെയധികം തോന്നിയ ഒരു സബ്ജക്റ്റ് മാത്രമേ ഞാൻ എപ്പോഴും എഴുതൂ. അല്ലെങ്കിൽ ഒരു ഹാഫ് മൈൻഡിൽ ഒരു സാധനം എഴുതാറില്ല, ഒരു സബ്ജക്റ്റും അപ്രോച്ച് ചെയ്യാറില്ല. അപ്പോൾ ആ സമയത്ത് എഴുതണമെന്ന് തോന്നിയ ഒരു സബ്ജക്റ്റ് എന്നുള്ള നിലയിലാണ് അത് എഴുതിയിരിക്കുന്നത്. അതിനുശേഷമുള്ള സിനിമകൾ എഴുതിയിരിക്കുന്നത്. ഒരു സ്റ്റിഗ്മ ഉണ്ട്. അപ്പോൾ ആ ക്യാരക്ടർ, ഫോർ എക്സാമ്പിൾ അജയ് കുര്യൻ എന്ന് പറയുന്ന ക്യാരക്ടർ, ഇപ്പോൾ പറഞ്ഞ ക്യാരക്ടർ, ആ ക്യാരക്ടർ ചെയ്യാനായിട്ട് ഒരുപാട് ആക്ടേഴ്സിനെ അന്ന് ഞാനും അരുണും കൺസിഡർ ചെയ്തിരുന്നു. അപ്പോൾ ദേ ആർ ഓൾ വെരി ഇമേജ് കോൺഷ്യസ്. അപ്പോൾ ആക്ടർ ഷുഡ് നെവർ ബി ബോതർഡ് അബൌട്ട് ഇമേജ് എന്നാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ്. കാരണം ആക്ടിങ് ഈസ് ഓൾ അബൌട്ട് ഇമേജ് ബ്രേക്കിംഗ്, നോട്ട് അബൌട്ട് ഇമേജ് ബിൽഡിങ്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റിഗ്മ, അങ്ങനെ ഒരു ക്യാരക്ടറിനുള്ളത് കൊണ്ട് ഒരുപാട് പേരെ സമീപിച്ചപ്പോൾ അവർ അത് റിജക്റ്റ് ചെയ്യും. അങ്ങനെയാണ് ഞാനത് ചെയ്തു, ആ ക്യാരക്ടർ ചെയ്തു. ഇറ്റ് ഓൾ കംസ് നാച്ചുറലി. നമ്മളതിനൊരു പ്രത്യേകമായിട്ടൊരു എഫേർട്ട് എടുത്തിട്ട് ഒരു ഇത് ചെയ്യുന്നതല്ല. ഇത് പറയണം അല്ലെങ്കിൽ ഇത് പറഞ്ഞേ ഒക്കൂ. റൈറ്റർ എന്നുള്ള നിലയിൽ ഐ ഹാവ് ടു സേ ദിസ് എന്ന് ശാഠ്യം പിടിക്കാൻ ഒരു റൈറ്ററിനും പറ്റില്ല. നാച്ചുറലായിട്ടൊരു വരവ് വരുന്ന, ഭയങ്കര ഗഷ് വരുന്ന ഒരു സബ്ജക്റ്റ് മാത്രമേ എഴുതാൻ ഞാൻ പേപ്പർ എടുക്കാറ്. അതെ, ഞാൻ രണ്ടാമതായിട്ട് ഞാൻ അറിയാൻ ആഗ്രഹിച്ച കാര്യത്തിൻ്റെ ഉത്തരമാണ് താങ്കൾ പറഞ്ഞത്. കാരണം വൈ മുരളി ഗോപി ആ ക്യാരക്ടർ ചെയ്യാനുള്ള റീസൺ എന്താണ്? എൻ്റെ മനസ്സിലൂടെ ഇതെല്ലാം പോയി. ഒരു പക്ഷേ ഈ ഒരു നെഗറ്റീവ് കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ സ്റ്റിഗ്മയുള്ള കഥാപാത്രങ്ങൾ ചെയ്യാനായിട്ട് ആളുകൾക്ക് പേടിയുണ്ട് എന്നുള്ള രീതിയിലുള്ളത്. അപ്പോൾ താങ്കൾ അപ്രോച്ച് ചെയ്തോ എന്ന് ചോദിക്കാനാണ് ഞാൻ വന്നത്. പല ആളുകളോട് ചോദിച്ചിട്ടാണോ അതോ ഞാൻ തന്നെ എന്നോർത്ത് എഴുതിയ ഒരു പോലത്തെ ഒരു പരിപാടി? അങ്ങനെയല്ല. ഞാൻ ഐ വാസ് എ റിലക്റ്റന്റ് ആക്ടർ ടു സ്റ്റാർട്ട് വിത്ത്. എനിക്ക് ഒരുപാട് ഓഫേഴ്സ് ആ സമയത്ത് അതിന് മുമ്പും ഒക്കെ കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഐ നെവർ തോട്ട് ഓഫ് മൈസെൽഫ് ആസ് എൻ ആക്ടർ, പ്രൈമറിലി ആസ് എൻ ആക്ടർ. പിന്നെ ഐ ഹാഡ് തിക്ക് ഗ്ലാസസ്. അപ്പോൾ എനിക്ക് ലാസിക്ക് ചെയ്യുന്നതിന് മുമ്പ് വലിയ തിക്ക് ഗ്ലാസസ് ഉണ്ട്. ഐ നെവർ തോട്ട് ഓഫ് മൈസെൽഫ് ആസ് എൻ ആക്ടർ, ബട്ട് ഓഫേഴ്സ് കെപ്റ്റ് പോറിങ് ഇൻ, ബട്ട് ഐ ഡിഡ്ന്റ് ടേക്ക് എനി. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോഴും ആക്ടർ എന്നുള്ള നിലയിൽ ക്യാരക്ടേഴ്സ് ഇതിന് ശേഷമൊക്കെയാണ് ചെയ്യാം എന്ന് വിചാരിക്കുന്നത്. I started opening the gates to acting offers after this. അപ്പോൾ ആ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ ശരിക്കും ഡിഡ് യു ഹാവ് എനി കൈൻഡ് ഓഫ് ഒരു ഇൻസെക്യൂരിറ്റി എന്ന് വെച്ചാൽ അങ്ങനെയല്ല,
യു ഡിൻ വോണ്ട് ടു ഡു ഇറ്റ്, റിലക്റ്റൻ്റ് ആയിട്ട് വരുന്ന ഒരാളാണ്. പക്ഷെ ചെയ്യുന്ന സമയത്ത് ഡിഡ് യു ഗോ ത്രൂ ഇതെങ്ങനെ പെർസീവ് ചെയ്യും എന്നുള്ളതോ, അല്ലെങ്കിൽ ഇതിനോട് ഞാൻ ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ടോ എന്നെ, അങ്ങനത്തെ ഒരു ഇതിൽ കൂടെയും കടന്നുപോയോ? നോ. അല്ല, വെൻ യു ആക്ട്, ഇതൊരു തെറ്റിദ്ധാരണയിൽ നിന്ന് വരുന്ന ചോദ്യമാണ്. ആക്ടർ ആക്ട് ചെയ്യുന്ന സമയത്ത് അയാൾ ഇത് ശരിയാവുമോ, ഇത് 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 ഞാൻ ഇത് ചെയ്യുന്നത് ഇമേജ് പ്രശ്നമോ, അങ്ങനെയൊന്നും ആലോചിക്കാൻ പറ്റില്ല. യു ആർ റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് എ ബാറ്റിൽ ഫീൽഡ്. ഒരു പടം തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു എന്താണ് ഓട്ടോറിക്ഷയുടെ മീറ്റർ ഓൺ ചെയ്യുന്ന പോലെ അത് ഓടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് യു ഡോണ്ട് ഹാവ് ടൈം ടു തിങ്ക് അബൌട്ട് ഓൾ ദീസ് തിങ്സ്. യു ജസ്റ്റ് ഹാവ് ടു ഗോ ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ ആൻഡ് ഡു യുവർ ജോബ് എന്നുള്ളതാണ്. പിന്നെ ആസ് ആൻ ആക്ടർ എനിക്ക് ഇമേജ് കോൺഷ്യസ് ആയിട്ടുള്ള ഒരാളല്ല ഞാൻ. ഇപ്പോൾ ഒരു എന്താ പറയണ്ടേ, ഇതൊരു വീരശൂര പരാക്രമിയായ മനുഷ്യൻ എന്ന് എന്നെ അറിയപ്പെടാൻ വേണ്ടി ഞാൻ അഭിനയിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഒരു ഇറ്റ്സ് ഓൾസോ ആൻ ആക്ട് ഓഫ് പേർജിങ്. ആക്ടിങ് എന്ന് പറയുന്ന ഒരു പേർജിങ് കൂടെ ഉണ്ട് അതിനകത്ത്. അപ്പം നമുക്കൊരു പേർജിങ്ങിന് സ്കോപ്പ് തരുന്ന ക്യാരക്ടേഴ്സും കൂടെ ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പം നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ചെയ്യില്ല എന്നൊന്നും ഒരു ശാഠ്യവും പിടിക്കാൻ ഒരു റിയൽ ഒരു ട്രൂ ആക്ടറിന് പറ്റില്ല. He has to do everything that comes his way. പിന്നെ വെറൈറ്റി സ്ട്രൈക്ക് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു സെലക്ഷൻ ക്രൈറ്റീരിയ. ഇനി സ്ക്രിപ്റ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ, സ്ക്രിപ്റ്റ് ചെയ്യുന്ന സമയത്ത് എത്രത്തോളം സ്റ്റബേൺ ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ, ലൈക്ക് ഫ്ലെക്സിബിൾ ആണോ? അതായത് നമുക്കിപ്പോൾ ഒരു 10 ഹെലികോപ്റ്റർ ആയിരിക്കാം നമ്മുടെ ആഗ്രഹം, പക്ഷേ 3 എണ്ണത്തിനുള്ള ബഡ്ജറ്റേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 3 എണ്ണം എന്നപ്പോൾ പറയുമ്പോൾ ഉടനെ എന്നാൽ പിന്നെ പോട്ടെ, എൻ്റെ 10 എണ്ണം വെട്ടി വെച്ചേക്കാം. 100 കുതിരയായിരിക്കും ആഗ്രഹം, 7 കുതിരയ്ക്ക് ബഡ്ജറ്റ് ഉള്ളൂ, എന്നാൽ നമുക്ക് 7 കുതിര മതി. ആ ടൈപ്പ് ഓഫ്, ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ സൈസിന്റെ ഒരു ഫാൻ അല്ല, ഇൻ ദ സെൻസ് ഒരു മൗണ്ടിങ് ഇമ്പാക്റ്റിന്റെ ഫാനാണ്. അപ്പൊ ഇമ്പാക്റ്റിന് അങ്ങനെ ഈ പറഞ്ഞ പോലെ ഹെലികോപ്റ്ററിന്റെ എണ്ണം കൂട്ടിയാൽ ഇമ്പാക്ട് കൂടും എന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. അതിന്റെ മേക്കിങ്ങിലാണ് ആ ഇമ്പാക്ട് വരേണ്ടത്, അത്രേ ഉള്ളൂ. നമ്മൾ എഴുതുമ്പോൾ ഈ ക്യാൻവാസ് വിശാലമാണ്. നമ്മുടെ മനസ്സിലെ ക്യാൻവാസിനെ എന്തോരം വേണമെങ്കിൽ വലുതാക്കാം. അതിലെല്ലാ കളറും വെച്ച് പെയിന്റ് ചെയ്യാം, 2 കളർ വെച്ച് അറ്റം വരെ പെയിന്റ് ചെയ്യാം, ഇതെല്ലാം നമുക്ക് ചെയ്യാം. പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വെൻ യു റൈറ്റ് ക്യാൻവാസ് യു ഗോ. അതൊരു സിനിമ. നമ്മൾ എഴുതുമ്പോൾ ക്യാൻവാസിനെ കുറിച്ച് ബോധറായിട്ട് എഴുതാനേ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്ക്രീൻ പ്ലേ ഇവോൾവ് ചെയ്യുന്നതിന്റെ കൂടെ സഞ്ചരിക്കുകയാണ് ഒരു റൈറ്റർ ചെയ്യുന്നത്. It is a screenplay and the dramatic progression that dictates where he should travel and how he should travel. അപ്പോൾ അത് റൈറ്ററിന്റെ ഒരു പ്രൊറഗറ്റീവേ അല്ല. റൈറ്റർ സ്ക്രീൻ പ്ലേ ആ ഒരു പ്രോഗ്രഷന്റെ കൂടെ സഞ്ചരിക്കുക. ഈ പ്രോഗ്രഷനിൽ എവിടെയെങ്കിലും വെച്ച് എനിക്കിതിനൊന്ന് ഭയങ്കര എക്സ്പ്ലോസീവായിട്ട് ചെയ്ത് നോക്കാമോ എന്നൊന്നും ആലോചിക്കാൻ പറ്റില്ല. യു ജസ്റ്റ് ഹാവ് ടു ഗോ വിത്ത് ദ ഫ്ലോ. അതിനെ വലുതാക്കാനോ ചെറുതാക്കാനോ ഒന്നും പറ്റില്ല. പക്ഷേ ഇത് കഥ എഴുതുമ്പോൾ കുഴപ്പമില്ല, പുസ്തകമാണ്, നമുക്കതിനെ അറ്റത്തോട്ട് എത്തിക്കാം. പക്ഷെ ഒരു മൂവിക്ക് വേണ്ടിയിട്ടുള്ള സ്ക്രിപ്റ്റ് ആവുന്ന സമയത്ത് കട്ട് ചെയ്യേണ്ടി വരും, പിടിക്കേണ്ടി വരും. മനസ്സിൽ കണ്ട മനോഹരമായ ചിത്രം അതുപോലെ തന്നെ പുറത്തേക്ക് ഒരു കാണി എന്ന നിലയിൽ ഞാൻ കാണാൻ വരുമ്പോൾ മുരളി ഗോപിയുടെ മനസ്സിൽ കണ്ട ചിത്രമായിരിക്കണമല്ലോ ഞാൻ കാണേണ്ടത്. അതല്ലേ നിങ്ങൾ എഴുതുന്നത്. ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് എൻ്റെ സാറ്റിസ്ഫാക്ഷൻ അല്ലല്ലോ സിനിമ സ്ക്രിപ്റ്റ് എഴുതുന്നത്. അപ്പോൾ ആ സമയത്ത് എത്രത്തോളം ഫ്ലെക്സിബിൾ ആണ്, ലൈക്ക് ഇന്ന കാര്യങ്ങൾ വന്നാലേ ഞാൻ വിചാരിക്കുന്ന രീതിയിൽ ഈ ഫീൽ വരികയുള്ളൂ എന്ന് എനിക്കറിയാമെങ്കിൽ. ലോസ്റ്റ് ഇൻ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന ഫ്രേസ് തന്നെ സിനിമയെ സംബന്ധിച്ചുണ്ടായ ഒരു ഫ്രേസ് ആണ് ശരി. ബിക്കോസ് വെൻ ദ റിട്ടൺ വേർഡ് ഗെറ്റ്സ് കൺവേർട്ടഡ് ഓൺ ടു ദ സ്ക്രീൻ സംതിങ് വിൽ ബി ലോസ്റ്റ് ഇൻ ട്രാൻസ്ലേഷൻ. അപ്പോൾ ഇതിനെക്കുറിച്ച് എപ്പോഴും റൈറ്റർ ബോധഡായിരിക്കും. അവൻ്റെ മേജർ കൺസേൺ എന്ന് പറയുന്നതും ഈ ലോസ്റ്റ് ഇൻ ട്രാൻസ്ലേഷൻ ആവുമോ. ചില ഏരിയാസ് പ്രത്യേകിച്ച് കുറേ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതുന്ന ഒരുപാട് സ്ഥലങ്ങളിൽ എൻ്റെ ഈ ഫിയർ ഉണ്ട് എനിക്ക്, ഇത് ലോസ്റ്റ് ഇൻ ട്രാൻസ്ലേഷൻ ആവുമോ എന്നുള്ളത്. അപ്പോൾ അതിന് പക്ഷെ ഒരുപാട് പരിമിതികളുണ്ട് സിനിമയിൽ. സിനിമ ഒരുപാട് പേരുടെ ക്രിയേറ്റീവ് പ്രോസസ്സിലൂടെ പോയി ഫൈനാലിറ്റിയിലെത്തുന്ന ഒരു ആർട്ട് ഫോമാണ്. അപ്പോൾ ഇതിൻ്റെ ബേസ് ഫൗണ്ടേഷനും ഇതിൻ്റെ പ്രോഗ്രഷനും എല്ലാം ഇതിൻ്റെ ബ്ലൂ പ്രിന്റ് എന്നുള്ളത് റൈറ്ററിന് കൊടുക്കാമെന്നല്ലാതെ, ഇതിൻ്റെ ഫൈനൽ സ്ട്രാറ്റജി ഡ്രോ അപ്പ് ചെയ്ത് കൊടുക്കാമെന്നല്ലാതെ, എക്സിക്യൂഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡയറക്ടോറിയൽ ഒരു ലെവൽസിൽ നടക്കണം. അപ്പം മാക്സിമം ഇൻ്ററാക്ഷനിൽ ഇത് ചെയ്യാൻ നോക്കലാണ് ഞാൻ എൻ്റെ സ്ക്രീൻ പ്ലേസ് ചെയ്യാറുള്ളത്. ഐ സ്റ്റാൻഡ് വിത്ത് ദ ഫിലിം യൂഷ്വലി, ഐ ഗോ വിത്ത് ഇറ്റ്. ഷൂട്ടിങ്ങിന് ഇത് ആ സമയത്ത് ഈ ആക്ടിങ്ങിൽ വരുന്ന വലിയ വലിയ ഗ്യാപ്സിൻ്റെ ഒരു റീസൺ അതാണ്. ഈ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് അതിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ കൂടെ നിൽക്കാനൊക്കെ ശ്രമിക്കുമ്പോഴാണ് ഈ വലിയ വലിയ ഇതുണ്ടാവുന്നത്. ഇനി താങ്കൾ ഇപ്പുറത്ത് നിന്ന് നോക്കുകയാണ്, അതായത് സിനിമ റൈറ്റർ ഡയറക്ടർ എല്ലാം വിടുക, ഒരു കാഴ്ചക്കാരനായിട്ട് ഒരു സിനിമയിലേക്ക് നോക്കുന്ന സമയത്ത് വാട്ട് ഈസ് എ ഗുഡ് ഫിലിം ടു യു? അത് വളരെ സബ്ജക്റ്റീവാണ്. എനിക്ക് ത്രില്ലേഴ്സ് ഇഷ്ടമാണ്. എനിക്ക് സിനിമയെ സംബന്ധിച്ച് കഥ മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അതിൻ്റെ സെറ്റപ്പോ അതിൻ്റെ മേക്കിങ്ങോ ഇതിൻ്റെ ഡയറക്ടറോ ഒന്നും എന്നെ ബാധിക്കില്ല.
തുടങ്ങുമ്പോൾ മുതൽ അവസാനം വരെ ഞാൻ നോക്കുന്ന ഒരു കഥയാണ്. ഞാൻ സബ്ജക്റ്റീവാണ് ഈ പറഞ്ഞ പോലെ. എന്നെ സംബന്ധിച്ച് ഒരു നല്ല ത്രില്ലർ, ഒരു നല്ല ട്വിസ്റ്റും നല്ല ക്ലൈമാക്സും വന്നാൽ ഐ എം വെരി ഹാപ്പി. ഓഡിയൻസ് ഞാൻ വന്നു, വളരെ ഹാപ്പിയാണ്. നല്ല സിനിമ, ഞാൻ ഓക്കെയാണ്. ഈ ഒരൊറ്റ ആ ഒരു ആംഗിളിൽ നിന്ന് മാത്രമാണ് ഞാൻ ചോദിക്കുന്നത്. കാണാൻ ചെല്ലുമ്പോൾ ആ ഒരു സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു ഫാക്ടർ, ഒരു ഗുഡ് മൂവി, ഒരു ടേക്ക് അവേ, അതെന്താണ് മുരളി ഗോപി എന്ന്? എൻഗേജ്മെന്റ് തന്നെയാണ് ഈ പറഞ്ഞത് തന്നെയാണ് എല്ലാ ഇതിലും. ഇപ്പൊ ജോണറൊന്നും എനിക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. ഞാൻ എല്ലാ ജോണറിലുള്ള സിനിമയും ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പക്ഷെ ഈ പറയുന്ന പോലെ എന്നെ എൻഗേജ് ചെയ്യിക്കുന്ന സിനിമകളാണ് എനിക്കിഷ്ടം. അപ്പോൾ എൻഗേജ്മെന്റ് പല രീതിയിലുണ്ട്. ചിലപ്പോൾ ആദ്യത്തെ 40 മിനിറ്റ്സിൽ നമുക്ക് അത്ര എൻഗേജിങ് അല്ലാതെ തോന്നുന്ന സിനിമകൾ ആ സമയം ഉപയോഗിക്കുന്നത് 40 മിനിറ്റ്സിന് ശേഷമുള്ളൊരു എൻഗേജ്മെന്റ് ഇതിലോട്ടായിരിക്കും ആ 40 മിനിറ്റ്സ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ സിനിമയ്ക്ക് ഓരോ സിൻടാക്സ് ഉണ്ട്, ഒരു ഗ്രാമർ ഉണ്ട്. അപ്പോൾ അത് ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളുമാണ്. ബ്ലാങ്ക് ആയിട്ടൊരു സിനിമ കണ്ടാലേ ആ സിനിമയിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുമെന്ന് നമുക്ക് മനസ്സിലാവും, അത് എൻജോയ് ചെയ്യാൻ പറ്റുമോ എന്ന് മനസ്സിലാവും. നമ്മൾ ഒരുപാട് ഐഡിയാസ് ആയിട്ടാണ് ഒരു തിയേറ്ററിൽ പോകുന്നതെങ്കിൽ ചിലപ്പോൾ നല്ല ഫിലിംസ് പോലും ചിലപ്പോൾ നമ്മളോട് കറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നില്ല. ബിക്കോസ് യു കോൺസ്റ്റന്റ്ലി ആർഗ്യൂ വിത്ത് ദ ഫിലിം. മനസ്സിലായില്ലേ? അപ്പൊ അതൊരു തെറ്റായ ഒരു ഇതാണ്. ഇഫ് യു വാണ്ട് ടു റൈറ്റ് ഓർ സേ സംതിങ് അബൌട്ട് എ ഫിലിം, യു ഷുഡ് ഫസ്റ്റ് വാച്ച് ദ ഫിലിം ഫുള്ളി വിത്തൗട്ട് എനി ഒപ്പീനിയൻ. ആഫ്റ്റർ ദാറ്റ് യു ക്യാൻ ഇന്ററാക്ട്. ബട്ട് ഇപ്പോൾ സംഭവിക്കുന്ന ഒരു സംഭവം എന്താണ്, ഈ തുടക്കം മുതൽ തന്നെ നമ്മൾ വി സ്റ്റാർട്ട് ആർഗ്യൂയിങ് വിത്ത് അപ്പൊ അതെന്ന് പറയുന്നത് എനിക്കില്ലാത്തൊരു കാര്യമാണ്. ഞാൻ ബ്ലാങ്ക് ആയിട്ടാണ് ഒരു സിനിമ കാണുന്നത്. സോ ദാറ്റ് ദ ഫിലിം ക്യാൻ ടോക്ക് ഫുള്ളി അറ്റ് ഫസ്റ്റ്. ദെൻ ഐ ലിസൺ ടു ഇറ്റ്, ഐ സീ ഇറ്റ്, ദെൻ ഐ ക്യാൻ ഫോം ആൻ ഒപ്പീനിയൻ ഓർ വാട്ട് എവർ. പക്ഷെ അതിന് ജോണർ ഒരു തടസ്സമേ അല്ല. ഇപ്പൊ ത്രില്ലർ മാത്രമേ കാണൂ അല്ലെങ്കിൽ ഹ്യൂമർ മാത്രമേ, അങ്ങനെയൊന്നുമില്ല. പക്ഷേ ബ്ലാങ്ക് ആയിട്ട് സിനിമ കാണാൻ പോകാനായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഇപ്പം എനിക്ക് ഇന്ന ഡയറക്ടർ, ഇന്ന റൈറ്റർ, ഈ ഞാൻ എന്ന് പറയുമ്പോൾ ഞങ്ങളാണത്, ഓഡിയൻസ് ആണല്ലോ. ഞാനെന്ന് പറയുമ്പോൾ ഞങ്ങളാണ് തെറ്റിദ്ധരിക്കുന്നത്. അതും ശരിയാണല്ലോ, തെറ്റിദ്ധാരണയാണ്. അപ്പം ഈ ഞാൻ സിനിമ കാണാൻ പോകുന്നത് എൻ്റെന്ന് തന്നെ പറയാം. അപ്പം ഞാൻ സിനിമ കാണാൻ പോകുമ്പോൾ ഇപ്പം മുരളി ഗോപിയുടെ സിനിമ എന്ന് പറയുമ്പോൾ എനിക്ക് നിങ്ങളുടെ സിനിമകൾ ഇഷ്ടമാണ്. അപ്പം എൻ്റെ ഉള്ളിൽ ഓൾറെഡി ഞാനൊരു ഒപ്പീനിയൻ ഫോം ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത്, നിങ്ങളുടെ ഏത് സിനിമയാണെങ്കിലും. അല്ല, ഞാൻ പറഞ്ഞ ഒപ്പീനിയൻ അതല്ല, തീമാറ്റിക് ഒപ്പീനിയൻസ്. ഇപ്പോൾ ഒരു ഇന്ററാക്ഷൻ തന്നെ നമ്മുടെ ഒരുപാട് കോൺസ്റ്റന്റ്ലി വി ആർ ബീങ് ടോക്ക്ഡ് അറ്റ്. നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ എടുത്താലും നമ്മൾ രാവിലെ മുതൽ എല്ലാവരും ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻസിലും എയർപോർട്ട്സിലും ഒക്കെ ചെന്നാലും എല്ലാവരും ഒരു 99% ഓഫ് ദി പീപ്പിൾ ആർ ദേ ആർ സിറ്റിംഗ് ലൈക്ക് ദിസ്, ക്രൗച്ച് ചെയ്തിട്ട് ഇങ്ങനെ, ഐ മീൻ ഇങ്ങനെ സ്റ്റൂപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ആളുകളാണ് മൊത്തം, ഒരു 99% ആൾക്കാർ. അപ്പം നമ്മൾ വിചാരിക്കും ഇവരെല്ലാം ഒരു സൈലൻസിൽ ഇരിക്കുകയാണ്. അല്ല, കോൺസ്റ്റന്റ്ലി ദേ ആർ ബീങ് ടോക്ക്ഡ് അറ്റ്. ഈ ബ്ലൂടൂത്ത് ഡിവൈസിൽ റീൽസിൽ ഒരു അഭിപ്രായം, മറ്റൊരു അഭിപ്രായം, ഇങ്ങനെ നമ്മൾ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഡോപ്പമിൻ റഷ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഒപ്പീനിയൻസും എംബഡഡ് ആയിട്ട് ഇങ്ങനെ വരും. അപ്പം നമ്മൾ എന്ത് വിഷ്വൽ കണ്ടാലും നമുക്ക് ഇപ്പോഴുള്ളൊരു പോസ്റ്റ് ട്രൂത്ത് ഫിനോമിനാണ് എന്ന് പറഞ്ഞാൽ, നമ്മൾ റൈറ്റ് ഫ്രം ദ ബിഗിനിങ് വി സ്റ്റാർട്ട് ഇന്ററാക്ടിങ് വിത്ത് ദ ഫിലിം. പണ്ട് അങ്ങനെയല്ല, പണ്ടത്തെ വ്യൂയിങ് അങ്ങനെയല്ല പൊതുവെ. കാരണം നമ്മൾ ഭയങ്കര ആ സിനിമയുടെ ഒരു ആവും കൂടെ ഉണ്ടാവും. യു ലിസൺ ആൻഡ് സീ ദ ഫിലിം ഫസ്റ്റ് ആൻഡ് ദെൻ യു സ്റ്റാർട്ട് തിങ്കിങ് അബൌട്ട് ഇറ്റ്. അങ്ങനെ ഒരു പ്രോസസ് ഉണ്ടായിരുന്നു വാച്ചിങ്ങിന്, ഫിലിം വാച്ചിങ്ങിന്. ഇപ്പോൾ എന്ന് പറയുന്നത് ഈ നോയ്സ്, നമ്മുടെ കോൺസ്റ്റന്റ്ലി നമ്മൾ നോയ്സിലാണ് ഇരിക്കുന്നത് ഉള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ആ നോയ്സും വാച്ചിങ്ങിനെയൊക്കെ അതിനകത്തോട്ട് ഇന്റർഫിയർ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൽ മേക്കിങ്ങിൻ്റെയും സ്ക്രിപ്റ്റിൻ്റെയും ഇതിൻ്റെയും കാര്യം കൂടിയില്ലേ? ഇപ്പം ഈ അടുത്ത കാലത്ത് വെറുതെ ഞാൻ താങ്കളുടെ തന്നെ 2 സിനിമകളുടെ എക്സാമ്പിൾ പറയട്ടെ. ഈ അടുത്ത കാലത്ത് അതിൻ്റെ 1 സെക്കൻഡ് പോലും എൻ്റെ കണ്ണ് ഞാൻ മാറ്റിയിട്ടില്ല. അതുപോലെ തന്നെ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്, ഇത് വരണ അറ്റം വരെയും 1 സെക്കൻഡ് പോലും ഞാൻ അവിടെ നിന്ന് എഴുന്നേക്കാൻ, വെള്ളം കുടിക്കാൻ പോലും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. സോ ഇസ് ഇറ്റ് റിയലി നോയ്സ്? അല്ല, ഇറ്റ് ഈസ് ആക്ച്വലി യു ആർ ടോക്കിംഗ് അബൌട്ട് 2 ഫിലിംസ് ദാറ്റ് ഹാപ്പൻഡ് എ ഡെക്കേഡ് ബാക്ക്. സോഷ്യൽ മീഡിയയുടെ അതിപ്രസരമില്ലാത്ത ഒരു സാധനത്തെ കുറിച്ച്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ രേണു ഒരു സിനിമ കണ്ടിട്ട് കണ്ണെടുത്തില്ല എന്ന് പറയുന്നത് ആ സിനിമ കണ്ട് വേറെ ആരും കണ്ണെടുത്തില്ല എന്ന് ഉദ്ദേശിച്ചില്ല. അതാണ് ഇത്. വി ആർ ടോക്കിംഗ് അബൌട്ട് ആൻ ആർട്ട് ഫോം that is being viewed by millions. അപ്പോൾ ഇതിൽ ഓരോരുത്തർക്കും ഓരോ ഒപ്പീനിയൻ ഉണ്ടാവും. ഇപ്പോൾ ചിലർക്ക് ഇഷ്ടമുള്ള സിനിമകൾ വേറെ ചിലർക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത സിനിമകളായിരിക്കും. അതുകൊണ്ട് നമുക്ക് അതിനെ ഒന്നും ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. വേറെ ചിലർക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു സിനിമകൾ ചിലപ്പോൾ രേണുവിന് ഒട്ടും ഇഷ്ടപ്പെടാത്ത സിനിമകളായിരിക്കും. അപ്പോൾ ഒപ്പീനിയൻസ് ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കും പേഴ്സൺ ടു പേഴ്സൺ. സോ ദാറ്റ് ഇസ് ഓൾ നാച്ചുറൽ. ഞാൻ പറയുന്നത് അറ്റൻഷൻ, ഒരു സിനിമയ്ക്ക് കൊടുക്കുന്ന അറ്റൻഷനിൽ ഇന്റർഫിയർ ചെയ്യുന്ന നോയ്സസിനെ കുറിച്ചാണ് ഇപ്പോൾ.
അതുകൊണ്ടാണോ താങ്കൾ വാട്സാപ്പ് ഒന്നും യൂസ് ചെയ്യാത്തത്? ഐ വാസ് ട്രൈങ് ടു കോൺടാക്ട്. ആദ്യം ഞാൻ ഒരു സമയത്ത് വിചാരിച്ചു ചിലപ്പോൾ ചിലർ വാട്സാപ്പ് കുറച്ച് കാലം ഡിസേബിൾ ചെയ്യും, അതായിരിക്കും മുരളി ഗോപിക്ക് വാട്സാപ്പ് ഇല്ലാത്തത്. പിന്നീട് വാട്സാപ്പ് ഞാൻ ഒഫീഷ്യൽ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളത് വളരെ ഇതായിട്ട് വെച്ചിരിക്കുന്ന ഒരു സാധനമാണ്. അല്ലാതെ SMS-ലാണ് ഞാൻ. ഫഹദ് റീസെൻ്റ്ലി പറഞ്ഞ 1 വർഷത്തിനുള്ളിൽ ഇമെയിലിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുന്ന പോലെ വളരെ പ്രൈവറ്റ് ആയിട്ട് പേഴ്സണലായിട്ട് ഇങ്ങനെയുള്ള ആളുകൾ എന്നോട് ഇത്രയും കോൺടാക്ട് മതി എന്നോർത്തൊരു അതിർത്തി തിരിച്ചേക്കുന്നതാണ്. വി ആർ സറൗണ്ടഡ് ബൈ നോയ്സ് ഇപ്പോൾ. അപ്പോൾ മാക്സിമം അത് കുറയ്ക്കാൻ നോക്കുന്ന ഒരാളാണ് ഞാൻ. ഞാനൊരു ടെലിഫോണിക് പേഴ്സൺ അല്ല പൊതുവെ. അപ്പോൾ മാക്സിമം ഇൻറ്ററാക്ഷൻ കുറയ്ക്കാൻ നോക്കുന്ന, കാരണം നമ്മളൊരു ഒരു ഒരു ബുക്ക് വായിക്കാൻ പോലും ഉള്ളൊരു സാവകാശം ഇപ്പോൾ ഈ മൊബൈൽ ഫോൺസ് കാരണം നമ്മൾ തന്നെ ഈ മൊബൈൽ ഫോൺ ഇവിടെ ഒരു സൈഡിൽ മൊബൈൽ ഫോൺ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോൺസ്റ്റന്റ് അറ്റൻഷൻ എന്തൊക്കെ ചെയ്താലും ഈ മൊബൈൽ ഫോണിലും കൂടെ ഉണ്ട്. ഇപ്പോൾ അതിനെ ഇടയ്ക്കിടയ്ക്കെങ്കിലും ഒരു നമ്മൾ വാച്ച് ചെയ്താൽ, നമ്മളെ തന്നെ വാച്ച് ചെയ്താൽ, നമ്മൾ ഒരു കാര്യം വായിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിന് കൊടുക്കുന്ന അറ്റൻഷനിടയിൽ ഒന്നിങ്ങനെ എടുത്ത് നോക്കാനുള്ള ടെൻഡൻസി ഉണ്ട്. പിന്നെ ഈ മൊബൈൽ ഫോൺ എങ്ങാനും കളഞ്ഞു പോകുന്നൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ഒരു ജീവൻ പോയ ഒരു വെപ്രാളമാണ് ആൾക്കാർ കാണിക്കുന്നത്. എൻ്റെ മൊബൈൽ ഫോൺ കാണാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുന്ന വെപ്രാളം, എന്നിട്ട് അത് കിട്ടുമ്പോൾ ഒരു ആശ്വാസം, ഇതൊക്കെ ജീവൻ മരണ പോരാട്ടമായിട്ടാണ് ഇപ്പോൾ മാറിയിരിക്കുന്നത്. സോ ഞാൻ പറയുന്നത് ഈ കോൺസ്റ്റന്റ്ലി വി ആർ ബീങ് ഫെഡ് വിത്ത് നോയ്സസ്. അപ്പം നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറയുന്നത് മാക്സിമം നോക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഐ എം നോട്ട് എ ടെലിഫോൺ പേഴ്സൺ എന്ന് പറയുന്നത്. Are you even a people person? അല്ല, പീപ്പിൾ പേഴ്സൺ ഇൻ മൈ ഓൺ വേ ഐ ആം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി സിനിമകൾ ചിലപ്പം വിജയിക്കാം, പരാജയപ്പെടാം, ഓഡിയൻസ് സ്വീകരിക്കാം, അതിനെ റിജക്റ്റ് ചെയ്യാം. ആസ് എ ഫിലിം മേക്കർ ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഒരു ഫിലിം മേക്കറായിട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുന്നത്. പക്ഷേ ഇതിലെല്ലാം ഉപരി പലപ്പോഴും ബാഹ്യ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ആസ് എ ഫിലിം മേക്കർ ഈ മൂവിയുമായിട്ടല്ലാത്ത കാര്യങ്ങൾ കൊണ്ട് മൂവിയിൽ ചർച്ചകൾ വരുമ്പോൾ അത് എത്രത്തോളം മുരളി ഗോപി എന്ന ഫിലിം മേക്കറെ ഫ്രസ്ട്രേറ്റഡ് ആക്കാറുണ്ട്? നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ മിലിയു എന്ന് പറയുന്നത് ഒരുപാട് റെസിസ്റ്റൻസും ഒരുപാട് കൺട്രോളും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. നമ്മളെ ധരിപ്പിച്ചിരിക്കുന്നത് നമ്മളൊരു വലിയ ജനാധിപത്യ രാഷ്ട്രത്തിൽ വലിയ സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കുന്നു എന്നാണ്. പക്ഷെ അതല്ല. അപ്പം നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഫ്രസ്ട്രേറ്റഡ് ആവും ആരായാലും. പക്ഷേ ആ ഫ്രസ്ട്രേഷനുമായി ജീവിക്കുക എന്നുള്ളത് യു ഹാവ് ടു ലിവ് വിത്ത് ഇറ്റ്. അത് ഞാൻ ചെയ്യാറുണ്ട്, അത്രയേ ഉള്ളൂ. എന്നെ അങ്ങനെ ഒരു പരിധിയിൽ കൂടുതൽ അത് അഫക്റ്റ് ചെയ്യാൻ ഞാൻ അനുവദിക്കാറില്ല. അത് അഫക്റ്റ് ചെയ്താൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിനോട് ചേർന്നപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ ഫ്രസ്ട്രേഷൻസ് വരുമ്പോൾ അല്ലെങ്കിൽ ഇത്തരം റെസ്ട്രിക്ഷൻസ് വരുമ്പോൾ, ഇത്തരം ബാഹ്യ പ്രശ്നങ്ങൾ ഇടപെടുന്ന സമയത്ത് മുരളി ഗോപി എന്ന് പറയുന്ന റൈറ്റർ എന്താണ് ചിന്തിക്കുന്നത്? അതായത് ഇതിൽ നിന്ന് ഞാൻ പിന്തിരിയുമെന്നൊരു പോയിന്റ് വരെ അതാണോ, അതോ ഇന്ത്യൻ നിയമവ്യവസ്ഥയെ ബ്രേക്ക് ചെയ്യാതെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എൻ്റെ ശരികളിൽ ഊന്നി ഞാൻ ഇനിയും എഴുതും എന്ന് ഏത്? അബ്സല്യൂട്ട്ലി ഇന്ത്യൻ നിയമവ്യവസ്ഥയെ അംഗീകരിച്ചുകൊണ്ട് തന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്യും, അത്രേ ഉള്ളൂ. അതിൽ യാതൊരു അപ്പോളജറ്റിക്കും അല്ല ഞാൻ ഒട്ടും. അതുപോലെ ഇപ്പോൾ താങ്കളുടെ സ്ക്രിപ്റ്റുകളിലേക്ക് വരുന്ന സമയത്ത് യു ആർ നോട്ട് എ ഗ്രേ പേഴ്സൺ, അതായത് യു ആർ ഈദർ ബ്ലാക്ക് ഓർ വൈറ്റ്. താങ്കൾ എഴുതുന്ന സ്ക്രിപ്റ്റുകൾ, താങ്കൾ പറയുന്ന കാര്യങ്ങൾ, താങ്കൾ ജീവിതം കൊണ്ട് താങ്കൾ കാണിക്കുന്നത് ഒരിക്കലും എല്ലാവരും പൊളിറ്റിക്കലി കറക്റ്റ് ആകാൻ നോക്കുമ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ്. ആ പൊളിറ്റിക്കൽ അവിടെ നിൽക്കുക, ആ 2 പാലത്തിൽ ചവിട്ടുക, 2 വഞ്ചിയിൽ പോവുക, ഇതൊക്കെ ആഗ്രഹിച്ച് ആ ടൈപ്പിൽ പോകുന്ന സമയത്താണ് നിങ്ങൾ അങ്ങനെ നിൽക്കുന്നത്. മിഡിൽ ഗ്രൗണ്ട് കണ്ടുപിടിക്കില്ല. ഇപ്പോൾ ലെഫ്റ്റ് ആണെങ്കിലും റൈറ്റ് ആണെങ്കിലും നിങ്ങൾ വളരെ കറക്റ്റായിട്ട് അത് പറയും. അത് ഏത് പാർട്ടിയാന്ന് വരെ പറഞ്ഞിട്ടാണ് താങ്കൾ സ്ക്രിപ്റ്റുകൾ ചെയ്യുന്നത്. വാട്ട് ഈസ് യുവർ പൊളിറ്റിക്സ് എന്ന് ഞാൻ ശരിക്കും ആലോചിക്കാറുണ്ട്. കാരണം യു നീഡ് ടു ബി വെരി സ്ട്രോങ്, യു നീഡ് ടു ഹാവ് ആ ഒരു തോട്ട് പ്രോസസ് ഷുഡ് ബി കറക്റ്റ്. ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരാൾ, പ്രത്യേകിച്ച് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ അനുഭാവിയാവുന്നതല്ല അയാളുടെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. ഒബ്സർവേഴ്സ് സ്റ്റാൻഡ് പോയിന്റ് ഉണ്ട്, അതാണ് ഒരു ക്രിയേറ്ററിന്റെ സ്റ്റാൻഡ് പോയിന്റ്. ഹീസ് ജസ്റ്റ് ഒബ്സർവിങ് തിങ്സ് ആൻഡ് ഹീസ് ജസ്റ്റ് പുട്ടിങ് ഫോർവേഡ് വാട്ട് ഹി ഹാസ് ഒബ്സർവ്ഡ്. അപ്പോൾ അത്രയും മാത്രമേ ഉള്ളൂ, അതിലാണ് ആ പൊളിറ്റിക്സ് ഉള്ളത്. ഒബ്സർവറിന്റെ പൊളിറ്റിക്സ് ആണുള്ളത്. അപ്പോൾ അത് റിഫ്ലക്റ്റീവാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രീതിയിലുള്ള റിഫ്ലക്ഷനാണ്. ഇത് ശരിയോ തെറ്റോ എന്നുള്ളത് പറയേണ്ട ആവശ്യമില്ല. ഇത് റിഫ്ലക്റ്റ് ചെയ്യുന്നു. ദിസ് ഇസ് വാട്ട് ഐ സോ, ഐ ആം റിഫ്ലക്റ്റിംഗ് ദിസ്, ദാറ്റ്സ് ഓൾ. അപ്പോൾ അത് തന്നെയാണ് പൊളിറ്റിക്സ്. അത് പൊളിറ്റിക്സ് എന്നുള്ള വേർഡിന് തന്നെ ഒരുപാട് തെറ്റായ എന്താ പറയേണ്ട ഡെഫിനിഷൻസ് കൊടുക്കുന്നുകൊണ്ടാണ് നമ്മുടെ എന്താണ് പൊളിറ്റിക്സ് എന്നുള്ളൊരു ക്വസ്റ്റ്യനിലേക്ക് വരുന്നത്. എന്താണ് പൊളിറ്റിക്സ്? ദിസ് ഈസ് ദ പൊളിറ്റിക്സ്. ഒരു വാൻറ്റേജ് ഇതാണ്, ഒബ്സർവേഴ്സ് വാൻറ്റേജ് ആണ്. അതൊരു ബേസിക്കലി ഐ ആം നോട്ട് എ പൊളിറ്റീഷ്യൻ, ഐ എം എൻ ഒബ്സർവർ, ഒരു സോഷ്യൽ ഒബ്സർവർ എന്നുള്ള നിലയിൽ. അത് എല്ലാ ആർട്ടിസ്റ്റും അത് തന്നെയാണ്. അപ്പോൾ ആ നിലയിലുള്ള ഒബ്സർവേഷൻസ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ താങ്കളുടെ സിനിമകൾ കാണുന്ന സമയത്ത് വരുന്ന ചർച്ചകളിൽ വരുന്നതാണ് മുരളി നാളെ
രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ പ്ലാൻ ഉള്ള ഒരാളാണ്. ഒരു പൊളിറ്റീഷ്യനായി മുരളി ഗോപിയെ ഞാൻ പൊളിറ്റീഷ്യനായിട്ട് ഇറങ്ങിയാൽ ആ നിമിഷം ഞാൻ എൻ്റെ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള എല്ലാ ഇതും അവസാനിക്കുകയും ചെയ്യും. ഞാൻ നിർത്തേണ്ട ആവശ്യം വരും. കാരണം പൊളിറ്റിക്സിൽ ഇറങ്ങിയാൽ പിന്നെ യു സീസ് ടു ബി ആൻ ആർട്ടിസ്റ്റ്. പൊളിറ്റിക്സിൽ ഇറങ്ങുന്നത് ഞാൻ പറഞ്ഞ കക്ഷി രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ നിങ്ങൾ ഒരാളിന്റെ അംബ്രലയുടെ താഴെയായി. അംബ്രലയുടെ താഴെ ഐഡിയോളജിക്കൽ അംബ്രല ആയാലും ശരി, അല്ലാത്ത അംബ്രലാസ് ആയാലും ശരി, നമ്മൾ അതിന് അങ്ങനെ ഒരു പ്ലേസ്മെന്റ് നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വോയിസിന് യാതൊരു ഓതന്റിസിറ്റി കിട്ടില്ല. ഇതുപോലത്തെ സിനിമകൾ പിന്നെ എനിക്ക് മേക്ക് ചെയ്യാൻ പറ്റില്ല. അതിലേക്ക് എന്റെ കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ പൊളിറ്റിക്സിൽ ഇറങ്ങുന്ന ഒരു മോമെന്റ് ഉണ്ടായാൽ പിന്നെ സിനിമയോ കലയോ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. പൃഥ്വിരാജിനെ എപ്പോൾ കിട്ടിയിട്ടുണ്ടെങ്കിലും എവിടെ ഇന്റർവ്യൂവിൽ കിട്ടിയിട്ടുണ്ടെങ്കിലും ഒരൊറ്റ ചോദ്യമാണ് ആദ്യം ചെല്ലുന്നത്, L3യുടെ സ്കെയിൽ എന്താണ്, L3 എന്ന് പുറത്തു വരും. കഴിഞ്ഞ ദിവസത്തെ ഇന്റർവ്യൂവിലെല്ലാം പൃഥ്വിരാജ് പറഞ്ഞു അതിൽ സബ്മറൈനും അങ്ങനെ ഇതെല്ലാം ഉള്ളതുകൊണ്ട് ഇറ്റ്സ് ഒരു ബിഗർ ക്യാൻവാസ് ആണ് എന്നുള്ളതുണ്ട്. L3 എന്ന് പറയുന്ന ഒരു സിനിമ വരുമോ? അത് വരാൻ അതൊരു ട്രിലോജി ആയിട്ടാണ് ഞാൻ കൺസീവ് ചെയ്തിരുന്നത് ഫ്രം ദ സ്റ്റാർട്ട്. അത് 1, 2 വന്നു, 3 നാച്ചുറലി വരേണ്ടതാണ്. ദാറ്റ്സ് ഓൾ ഐ കൻ സേ. സബ്മറൈൻ വരെ നമ്മൾ പോകുന്നില്ല. അങ്ങനൊന്നും എമ്പുരാൻ ഇറങ്ങി കഴിഞ്ഞിട്ടെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനായിട്ട് പേടി വന്നു തുടങ്ങി. അതായത് എക്സ്പെക്ടേഷൻസ്, ഞാൻ ഫസ്റ്റ് ഷോ കണ്ടയാളാണ്, ഞാൻ അത് കഴിഞ്ഞ് വിളിക്കുകയും ചെയ്തതാണ്. എക്സ്പെക്ടേഷൻസ് ഇനി ഞാൻ എഴുതുന്നതിന് മുന്നേ സെറ്റ് ചെയ്യുന്നില്ല എന്നൊരു തീരുമാനമുണ്ടോ? അത് പണ്ടേ ഇല്ല. എനിക്ക് ഞാൻ മനസ്സിൽ വരുന്നത് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. അത് അല്ലാതെ ഒരു എക്സ്പെക്ടേഷനും ഒന്നും നോക്കിയിട്ടല്ല. അത് വാട്ട് വി റൈറ്റ് ക്യാൻ എയ്തർ ഹിറ്റ് ഓർ ഫെയിൽ. അത് അങ്ങനെ നോക്കി എഴുതാനൊന്നും പറ്റില്ല. പിന്നെ മാക്സിമം ഞാനൊരു എന്താ പറയേണ്ട ഒരു മെയിൻ സ്ട്രീമിൽ സ്വയം ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതിന് അവിടെ നിന്ന് തന്നെയാണ് എഴുതുന്നത്. അത്രയൊക്കെ പറയാൻ പറ്റും. ഭയങ്കര ഒരു ലൂസായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ടെറൈനാണ്. ഇനി ഇതുപോലെ തന്നെ ഒരു 3 വീണ്ടും ചർച്ചയിലായിരിക്കുന്നത് ദൃശ്യം 3 ആണ്. ജിത്തു ചേട്ടൻ ബോംബ് പൊട്ടിച്ചു, 4 പേർക്ക് ആ കഥ അറിയാമെന്ന് പറഞ്ഞു. ഇപ്പോൾ 4 പേര് സോഷ്യൽ മീഡിയ നിറച്ച അവരുടെ മുഖങ്ങളാണ് ഈ 4 കഥ അറിയാവുന്ന ആളുകൾ. ദൃശ്യം 3യിലേക്ക് വന്നു കഴിയുമ്പോൾ മുരളി ഗോപിയെ നമ്മൾ ദൃശ്യം 3യിൽ കാണുമോ? അത് ജീത്തു തന്നെ പറയുന്നതായിരിക്കും അതിനെക്കുറിച്ചൊക്കെ ശരി. ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാൻ ശരി. കാരണം ഈസ് ദ റൈറ്റർ ഡയറക്ടർ. അപ്പോൾ ഈ കഥ അറിയാവുന്ന 4 പേരല്ലാതെ 5 ഉണ്ടോ? ഇല്ല, അതൊന്നും ഞാൻ എൻ്റെ ഒരു ഏരിയ അല്ല പറയുന്നില്ല. ഇനി താങ്കളുടെ അച്ഛന് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു നടനാണ്. അദ്ദേഹം 1986 അദ്ദേഹത്തിന് അസുഖം വരുന്നതിന് മുന്നേ 60ഓളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നീടുള്ള 23 കൊല്ലത്തിൽ 25 സിനിമകളോളം അദ്ദേഹം ചെയ്തിട്ടുള്ളൂ. അതിലും ഒരു 7 വർഷം അദ്ദേഹം ബ്രേക്ക് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ ആ ഒരു അസുഖം വന്നില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു രണ്ടാമത്തെ ഫേസിൽ അദ്ദേഹത്തിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞാൽ അത് ശരിയാവും. ആ ഒരു ഇത് അദ്ദേഹത്തിന് കിട്ടിയില്ല, ആ ഫുൾ പൊട്ടൻഷ്യലിനുള്ളൊരു രണ്ടാം ഭാഗം. അതെനിക്ക് രണ്ടാം വരവിലോ ആ ഒരു ഇത് കിട്ടിയില്ല. ആദ്യത്തെ ഒരു അച്ഛന് 86-ൽ പാർഷ്യൽ പാരാലിസിസ് വരുമ്പോൾ ഹിസ് ലെഫ്റ്റ് സൈഡ് അതിനുശേഷം ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി ഗോൺ. വോക്കൽ കോർഡ്സിനെ വരെ എഫക്ട് ചെയ്ത ഒരു സ്ട്രോക്കാണത്. അപ്പോൾ സെക്കൻഡ് വരവെന്ന് പറയുന്നത് ഒരു ലെഷർലി ആയിട്ട് ഇങ്ങനെ ചെയ്യുന്നു എന്നല്ലാതെ ഹി വാസ് നോട്ട് ഇൻ ടു ആക്ടിങ് ആസ് സച്ച്. അത് ഒരു വശവും ഇല്ലാതെ, ഒരു വോയിസ് ഇല്ലാതെ, ഒരു ഫേഷ്യൽ ഒരു ഹാഫ് ഇല്ലാതെ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളിനാണ് ഈ സെക്കൻഡ് പാർട്ടിൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ 86 വരെ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സാണ് അച്ഛൻ്റെ ശരിക്കുള്ള ആക്ടിങ് കോർപ്പസ് എന്ന് പറയുന്നത്. അതിനുശേഷം എന്ന് പറയുന്ന ഒരു കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ഒരു ആൾ ചെയ്ത ഒരു കാര്യമാണ്, ഹൈലി കോംപ്രമൈസ്ഡ്. അച്ഛൻ പറയും 2% അഭിനയിച്ചിട്ട് വരാമെന്ന് പറയും. എന്ന് പറഞ്ഞാൽ അച്ഛൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ അച്ഛൻ്റെ പൊട്ടൻഷ്യലിലെ ഒരു 2% ഈ പോകുന്നത് വെളിയിൽ. അതൊരു എന്താ പറയുന്നത് ഒരു എൻഗേജ്മെന്റ് എന്നുള്ള നിലയിലാണ് അന്ന് അതിനുശേഷം ആക്ടിങ്ങിനെ കണ്ടിരുന്നത്. കുറേ നാൾ കഴിഞ്ഞാണ് ആക്ടിങ് തുടങ്ങിയതും. 86 കഴിഞ്ഞ് ഒരു 3-4 ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് പാതയൊക്കെ വരുന്നത്, ഒരു 5 ഇയേഴ്സ് കഴിഞ്ഞിട്ട്. അപ്പോൾ അത് വെറുതെ ഒരു എൻഗേജ്മെന്റ് എന്നുള്ള നിലയിലാണ് അച്ഛൻ അതിനെ കണ്ടിരുന്നത്. അച്ഛൻ ശരിക്ക് ഞാനൊരു അച്ഛൻ്റെ ഒരു ഫാൻ എന്നുള്ള നിലയിൽ ആസ് ആൻ ആക്ടർ 86-ൽ അച്ഛന് ഈ സ്ട്രോക്ക് വരുന്നതിന് മുമ്പ് അച്ഛൻ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സിന്റെ വെറൈറ്റി, massive variety try. So he has done everything possible as an actor even before that. So there is nothing to prove. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ രണ്ടാം വരവിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇനി അസുഖമില്ലായിരുന്നെങ്കിൽ എങ്ങനെ ആയിരുന്നേനെ എന്നുള്ളതിനെ കുറിച്ചോ ഒന്നും ഞാൻ ആലോചിക്കാറില്ല. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ വായിച്ചൊരു കാര്യം, താങ്കൾ തന്നെ അദ്ദേഹത്തെ അൺപ്രെഡിക്റ്റബിൾ എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത്. അപ്പം അദ്ദേഹം
ചെയ്യുന്നു, താങ്കൾ സ്ക്രിപ്റ്റ് എഴുതുന്നു. അങ്ങനെ ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. അതിൽ എത്രത്തോളം? അല്ല, അത് അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് യതി എന്ന് പറയുന്നൊരു തിരക്കഥ ഞാൻ എഴുതിയിരുന്നു. അപ്പോൾ അത് അച്ഛന് ഡയറക്റ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു, അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, അങ്ങനെ ചെയ്യണം എന്നുണ്ട്. പക്ഷെ അതൊന്നും മെറ്റീരിയലൈസ് ചെയ്തില്ല. അതിനെ നിങ്ങൾ അച്ഛൻ വരെ ചർച്ച ചെയ്ത് എത്തിച്ചിരുന്നു അല്ലേ? അല്ല, അത് ഞാൻ ഫുള്ളി എഴുതിയ ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു, യതി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അച്ഛന് അന്ന് ഞാൻ സിനിമയിൽ നിന്നൊക്കെ വിട്ടിട്ട് 2004 രസിക്കാൻ കഴിഞ്ഞിട്ട് ഞാൻ ദുബായിൽ പോയിട്ട് അവിടെ 2 സ്പോർട്സ് മാഗസീൻസിൻ്റെ എഡിറ്ററായിരുന്നു. അപ്പോൾ അവിടെ നിൽക്കുമ്പോഴാണ് യതി ചെയ്യാം, നമുക്കത് ആ സ്ക്രിപ്റ്റ് ഞാൻ ഡയറക്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളത് വീണ്ടും ഒരു അലൈവാക്കി വരുന്ന സമയത്ത് ഞാൻ തിരിച്ചു വരാൻ നിൽക്കുമ്പോഴാണ് അച്ഛന് കാർഡിയാക് അറസ്റ്റ് വന്നതെന്ന് അറിയും. യതി അടച്ചു കൂട്ടിയോ? അത് തൽക്കാലം ഇനിയില്ല. അതെന്ത് ജോണറായിരുന്നു? അതൊരു ഓഫ് ബീറ്റ് ഫിലിമാണ്, അതൊരു മെയിൻ സ്ട്രീം ടൈപ്പ് ഓഫ് ഫിലിം അല്ല. ഒരു ഓഫ് ബീറ്റ് തീമും ത്രെഡും നറേറ്റീവും ഒക്കെയാണ്. എടുത്ത് ചോദിക്കാനുള്ള റീസൺ താങ്കളുടെ സിനിമകളുടെ പ്രത്യേകത തന്നെയാണ്. ഇപ്പം ഈ അടുത്ത കാലത്ത് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് ഇതൊക്കെ എടുക്കുകയാണെങ്കിലും ലൂസിഫർ സ്ട്രോങ് ഫീമെയിൽ ക്യാരക്ടേഴ്സിനെ കൊണ്ടുവരാറുണ്ട്. ഇപ്പം ഈ അടുത്ത കാലത്തിലാണെങ്കിൽ രമ്യ നമ്പീഷനും ഇന്ദ്രജിത്തും അവരുടെ ശരികളാണ് ഈ വരുന്നത്. ഓരോ ക്യാരക്ടറിൻ്റെ ഭാഗത്തുനിന്ന് വരുമ്പോഴത് അത് ശരി തന്നെയാണ്. അപ്പോൾ ഇൻറ്റൻഷണൽ ആയിട്ടാണോ സ്ട്രോങ് ആയിട്ടുള്ള ഫീമെയിൽ ക്യാരക്ടേഴ്സിനെ മൂവീസിൽ പ്ലേസ് ചെയ്യുന്നത്? കാരണം ഏറ്റവും വലിയ പരാതി, ഒരുപാടും വരുന്ന പരാതികളിലൊന്നാണ് സ്ട്രോങ് ആയിട്ടുള്ള ഫീമെയിൽ ക്യാരക്ടേഴ്സ് കിട്ടുന്നില്ല, അങ്ങനത്തെ എല്ലാവരും പറയുന്ന പരാതി. പക്ഷേ നിങ്ങളുടെ സിനിമയിൽ അങ്ങനെ ഒരു കാര്യം പറയാൻ പറ്റില്ല. യു ഡു ഇറ്റ്. ഇസ് ഇറ്റ് ഇൻറ്റൻഷണൽ? ഇൻറ്റൻഷണലായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഒരു സിനിമയോ ഒരു കഥയോ ഒന്നും നമുക്ക് ഇത് ഞാനൊരു ശക്തമായ സ്ത്രീ കഥാപാത്രത്തെ അവതരിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് പേരെടുക്കാൻ പറ്റില്ല. അത് ഹാപ്പൻ ചെയ്താലേ പറ്റൂ. പിന്നെ ശക്തമായ സ്ത്രീ കഥാപാത്രം എന്ന് പറയുന്നത് ഭയങ്കര ആക്ഷൻ ഹീറോയിൻ ഒക്കെയുള്ള തെറ്റിദ്ധാരണകളുണ്ട്. വളരെ വീക്കായിട്ടുള്ള ഒരു ക്യാരക്ടറിനെ ഒരു ആക്ടർ പോർട്രേ ചെയ്യുമ്പോഴും അതിൽ ശക്തമായ പോർട്രയൽസ് വരുമ്പോഴാണ് അത് ശക്തമായ ക്യാരക്ടേഴ്സ് ആവുന്നത്. അപ്പോൾ ഒരു തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു നറേറ്റീവാണ് ഈ ശക്തി എന്ന് പറയുന്നത്. മൊത്തമായൊരു പവറിനെയാണ് സിഗ്നിഫൈ ചെയ്യുന്നത് ഈ പറയുന്നവരിൽ. അതിശക്തമായ ഒരു സ്ത്രീ കഥാപാത്രം എന്ന് പറയുമ്പോൾ പൊതുവെ ഉദ്ദേശിക്കുന്നത് ഒരു വെഞ്ച്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഭയങ്കര പേഴ്സണാലിറ്റി ഉള്ള അങ്ങനെയൊക്കെയുള്ള ക്യാരക്ടേഴ്സിനാണ്. അപ്പോൾ ശക്തി എന്ന് പറയുന്നത് അതല്ല. കഥാപാത്ര രൂപീകരണത്തിലെ ശക്തി എന്ന് പറയുന്നത് ചിലപ്പോൾ അശക്തിയുമാവാം. അപ്പോൾ ആ രീതിയിലാണ് ഞാൻ അതിനെ കാണുന്നത്. അപ്പോൾ മെയിൽ ക്യാരക്ടേഴ്സിനും അത് തന്നെയാണ്. ഫ്ലോഡ് ആയിട്ടുള്ള ആളുകളാണ് നമ്മളെല്ലാവരും. നേരത്തെ പറഞ്ഞില്ലേ, ഓരോ കഥാപാത്രത്തിനും അതിൻ്റെതായ ശരിയുണ്ട്. നമ്മൾ ചുറ്റും നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ കാണുന്ന എല്ലാവരും ഒരു കാര്യം ചെയ്യുന്നത്, ഈവൻ ദ മോസ്റ്റ് ഡ്രെഡഡ് ക്രിമിനൽ, അത് ശരിയാണെന്ന് അവൻ ധരിച്ചു എന്നാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരുടെയും ശരികൾ കൂട്ടിയിടിക്കുമ്പോൾ അതിൽ ചിലരുടെ മെജോറിറ്റിയുടെ ശരിയാവുകയും മൈനോറിറ്റിയുടെ ശരി തെറ്റാവുകയും ചെയ്യുമ്പോഴാണ്, അങ്ങനെയാണല്ലോ ഇതൊക്കെ ഇങ്ങനെ മൂവ് ചെയ്യുന്നത്. അതുകൊണ്ടൊരു കോമൺ പ്ലെയിനിൽ നിന്നിട്ട് ഇതാണ് ശരി ഇതാണ് തെറ്റെന്ന് നമുക്കൊരു ലീഗൽ പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമേ പറയാൻ പറ്റൂ. ഇൻഡിവിജ്വൽ ശരികളും ഇൻഡിവിജ്വൽ തെറ്റുകളും എന്ന് ഫൈനലി ഇതിനെ പറയാൻ പറ്റുള്ളൂ. സോഷ്യൽ റോങ്സും ഞാൻ പറഞ്ഞു ജനറലായിട്ട് പറയാൻ പറ്റും, ലീഗൽ പോയിന്റ് ഓഫ് വ്യൂവിൽ, ലീഗാലിറ്റിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ. പക്ഷെ ലോകം മുഴുവനുള്ള ആൾക്കാർ അവർ ചെയ്യുന്നത് ശരിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ ചെയ്യുന്നവരാണ്, ഈവൻ തെറ്റുകാർ പോലും. ഒരു പ്രായം വരെ ആയിരിക്കും. കാരണം ഞങ്ങൾ ഈ ക്രിസ്ത്യൻസിൻ്റെ ഇടയിലും കുമ്പസാരം ഉണ്ടല്ലോ, അപ്പം എല്ലാ 2 ആഴ്ചയിലും കുമ്പസാരിക്കണം. അപ്പം അമ്മ 2 ആഴ്ച മുമ്പ് എന്നോട് ചോദിക്കും, കുമ്പസാരിച്ചപ്പോൾ ഞാൻ കഴിഞ്ഞ 2 ആഴ്ചയിൽ തെറ്റൊന്നും ചെയ്തില്ല. അമ്മ പറയും, നീ അന്ന് എന്നോട് സംസാരിച്ചപ്പോൾ തിരിച്ച് ശബ്ദം ഉയർത്തി സംസാരിച്ച നീ ഇത് പറഞ്ഞ എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ പറഞ്ഞു അത് അമ്മയ്ക്ക് വിഷമമായതാണ്, പക്ഷെ ഞാൻ അറിഞ്ഞുകൊണ്ടായത് അല്ലാത്തോണ്ട് എനിക്ക് തെറ്റായിട്ട് ലൈക്ക് യു സെഡ് എന്റെ ശരികളിലൂടെയാണ് ഞാൻ ജീവിക്കുന്നത് എന്നുള്ളത് ബാക്കിയുള്ളവർക്ക് തെറ്റാണ്. പക്ഷേ അവനവന്റെ ശരികൾ എല്ലാവരും ശരികളായി വെച്ച് കഴിയുമ്പോൾ ദാറ്റ്സ് കയോസ് അല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. ലീഗാലിറ്റിയുടെ ഒരു ഇത് വരുമ്പോഴാണ് ശരിക്കും തെറ്റും ശരിയും സൊസൈറ്റിയുടെ പ്രോപ്പഗേഷന് വേണ്ടി അത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ശരി ഇത് തെറ്റ്. ഇപ്പോൾ യുഗങ്ങൾക്ക് മുമ്പുള്ള ശരി ഇപ്പോഴുള്ള വലിയ തെറ്റാണ്. ഒരുപാട് അനാചാരങ്ങൾ പണ്ട് ശരിയായിരുന്നു, അതൊക്കെ അന്ന് ശരിയായിരുന്നു. അന്ന് ഈ മെജോറിറ്റി അത് ശരിയാണെന്ന് പറഞ്ഞു, ഇന്നത് മെജോറിറ്റി തെറ്റാണെന്ന് പറയുന്നു. അങ്ങനെയാണ് ഇതെല്ലാം മാറുന്നത്, അത്രേ ഉള്ളൂ. ഇപ്പം നമ്മൾ ഒരു ട്രാൻസ്മൈഗ്രേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ടെലിപ്പോർട്ട് ചെയ്തിട്ട് ഒരു 500 വർഷം പുറകിൽ നിന്നാൽ ഇപ്പോൾ ഉള്ള പല ശരികളും അന്ന് തെറ്റാണ്, ഇപ്പോൾ ഉള്ള പല തെറ്റുകളും അന്ന് ശരിയാണ്. തിരുവനന്തപുരത്താണ് മുരളി ഗോപി, എറണാകുളം ഭാഗത്താണ് ഒരുപാട് മൂവി പ്രൊമോഷൻസ് പരിപാടികളൊക്കെ നടക്കുന്നത്. പക്ഷേ താങ്കളെ ഞാൻ ഒരു സ്ഥലത്തും
ഒരു ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ്ങിലോ ഒരു ഗ്രൂപ്പിലോ ഒന്നും ഒരു കാലത്തും കണ്ടിട്ടില്ല. ഓക്കെ, ആദ്യം തന്നെ ഞാൻ ചോദിക്കട്ടെ, വാട്ട് ഈസ് യുവർ ഡെഫിനിഷൻ ഓഫ് എ ഫ്രണ്ട്? എന്നാലേ എനിക്ക് അതിൻ്റെ ബാക്കി ചോദിക്കാൻ പറ്റുള്ളൂ. വാട്ട് ഈസ് യുവർ ഡെഫിനിഷൻ ഓഫ് എ ഫ്രണ്ട്? ആൻഡ് ഏതറ്റം വരെ ഒരു ഫ്രണ്ടിന് വേണ്ടി പോകുന്ന ഒരാളാണ് മുരളി ഗോപി? അതൊക്കെ ഫ്രണ്ട്സ് അല്ലേ പറയണ്ടേ? നമ്മൾ ഏതോ മറ്റു വരെ ഫ്രണ്ട് പോകും. ഉണ്ടോ? ഇഷ്ടം പോലെ ഉണ്ടല്ലോ. പിന്നെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്, പക്ഷെ അത് നമ്മുടെ പണ്ട് മുതലുള്ള ഫ്രണ്ട്സ് ഉണ്ട്. നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് എന്താണെന്നൊക്കെ പറയുന്നത് ഭയങ്കര ഭയങ്കര വൈഡ് ആയിട്ടുള്ള ഡെഫിനിഷൻ ആയിട്ടേ പറയാൻ പറ്റും. നമുക്കിഷ്ടമുള്ളവർ നമ്മുടെ ഫ്രണ്ട്സ് ആവുന്നു. ദാറ്റ്സ് ഓൾ. ഐ ഓൾവേസ് ഫെൽറ്റ് മുരളി ഗോപി എന്ന് പറയുന്ന ഒരു ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള അലൂഫ് ആയിട്ടുള്ള സ്വന്തം കാര്യം മാത്രം ലിവ് ആൻഡ് ലെറ്റ് ലിവ് എൻ്റെ ഒരാളായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. സ്വന്തം കാര്യം മാത്രം അല്ലെ, ലിവ് ആൻഡ് ലെറ്റ് ലിവ്. അതായത് വേറൊരാളുടെ കാര്യത്തിൽ തലയിടില്ല. ജിറാഫിനെ പോലെ ബി ലൈക്ക് ജിറാഫ്. ജിറാഫിനെല്ലാം കാണാം, ജിറാഫ് ഒന്നിലും തലയിടാൻ പോകില്ല. അങ്ങനെ ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് പേഴ്സണലി ഇന്ററാക്ട് ചെയ്തപ്പോഴും അല്ലാതെയും യു ഹാവ് ദറ്റ് എയർ അറൗണ്ട് യു. സോ ശരിക്കും ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള ഒരാളാണോ അതോ? അതൊരു പെർസെപ്ഷനാണ്. എനിക്ക് ഇഷ്ടമുള്ള എൻ്റെ ഗ്യാങ്സിൽ ഇങ്ങനെ ഒരു പെർസെപ്ഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതൊരു ഓരോ ക്യാരക്ടറാണ്, ഒരു കഥാപാത്രം, അത്രേ ഉള്ളൂ. ഒരുപാട് കഥാപാത്രങ്ങളിൽ ഒരാൾ. ദാറ്റ്സ് ഓൾ. ഇനി താങ്കൾ ഇപ്പം സിനിമയിലേക്ക് വരുമ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ട്. ഇപ്പം ഒരു ഷോ ചെയ്യുന്ന ഒരു ആങ്കർ ആണെങ്കിൽ പോലും അവർക്ക് അതിൽ നിന്ന് അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കിട്ടുന്ന കാര്യങ്ങളുണ്ട്. സിനിമയിൽ അഭിനയിക്കുന്ന ആളുകൾ പറയാറുണ്ട്, ചിലർ പറയും ഇറ്റ്സ് ദി മണി, ചിലർ പറയും ഇറ്റ്സ് ദി ഫെയിം, ചിലർ പറയും എനിക്കിതൊന്നും വേണ്ട, എനിക്ക് ആ പണി ചെയ്യുന്നു, ഞാൻ എനിക്ക് ഏറ്റവും പാഷനോട് ചെയ്തിട്ട് ഞാൻ തിരിച്ചു വരുന്നു, ഞാൻ പൈസയെക്കുറിച്ചോ ഇതിനെക്കുറിച്ചോ ബോധഡ് അല്ല എന്ന് പറയും. ഫെയിം ഇതിലൊരു ഫാക്ടറാണ്. നമ്മളൊരു കാര്യം ചെയ്യുന്നു, എല്ലാവരും അറിയുന്നു എന്നുള്ളത്. ഇപ്പോൾ എമ്പുരാൻ്റെ പ്രൊമോഷൻസ് നടക്കുന്ന സമയത്ത് ഞാൻ 1-2 സ്ഥലത്ത് ഞാൻ ഉണ്ടായിരുന്നു. താങ്കളെ ഞാൻ ഒരു സ്ഥലത്തും കണ്ടില്ല, ഒന്നിലുമില്ല. ഇതിന്റെ സ്ഥലങ്ങളിലൊന്നും താങ്കളില്ല. അത് എന്തുകൊണ്ടാണ് അങ്ങനത്തെ ഒരു സ്ഥലത്തും താങ്കൾ വരാത്തത്? അല്ല, അത് അങ്ങനെ ഇപ്പോൾ പ്രത്യേകിച്ചൊരു ഡിസിഷൻ ഒന്നുമല്ല. ഞാൻ അതിൻ്റെ പ്രൊമോഷൻസിനൊക്കെ പോയിരുന്നു, 2-3 സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊരു ഭയങ്കര വൈഡ് ആയിട്ടുള്ളൊരു അതെ, ഞാൻ എൻ്റെതായ ഒരു രീതിയിൽ അതിനെ ഓരോ സിനിമയും കാണുന്ന ഒരാളാണ്. അതിൻ്റെ പ്രൊമോഷൻസിനും എൻ്റെതായ ഒരു മെത്തേഡുണ്ട്, അതനുസരിച്ച് മൂവ് ചെയ്യുന്ന ഒരാളാണ്. ദാറ്റ്സ് ഓൾ. അതിൻ്റെ കൂടെ തന്നെ ഇപ്പം ബാഹുബലി സിനിമയിലൊരു ഡയലോഗുണ്ട്, നമുക്ക് ചുറ്റും, അത് ശിവകാമിയുടെ അടുത്ത് ചോദിക്കുകയാണ് ദേവസേന, ചുറ്റും ഇത്രയും വലിയ അന്യായങ്ങൾ നടന്നിട്ടും മിണ്ടാതിരിക്കുന്നു ദേവമാത എന്ന് പറയുന്നു, രാജമാത. അതുപോലെ തന്നെ താങ്കളുടെ സൈലൻസ് ക്യാൻ സ്പീക്ക് 1000 വേർഡ്സ്. ബിഗ്ഗസ്റ്റ് സ്ക്രീമാണ് സൈലൻസ് എന്നൊക്കെ ഉള്ളത്. ഞാനും അത് വിശ്വസിക്കുന്ന ഒരാളാണ്. എല്ലാത്തിനും ഉറക്കെ പറയണമെന്ന് ഇല്ലാത്ത വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണോ ശരിക്കും എമ്പുരാനെ ചുറ്റിപ്പറ്റിയും എല്ലാം ഡിസ്കഷൻസ് ഉണ്ടായ സമയത്ത് ഞാൻ റിയാക്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു ഡിസിഷൻ എടുത്ത്? അതുകൊണ്ടാണ് എൻ്റെ വാക്കുകൾ അതിൽ ആവശ്യമില്ല? Absolutely. I stand by my film. That's all. Okay. പക്ഷേ shouldn't you? No, you don't feel? No, my film will talk. My film is there to talk. Why should I talk? I admire you. As you said, it speaks 1000 words. It's a basic thing എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ കാലം ഇങ്ങനെ ആയതുകൊണ്ടാണ് അതൊക്കെ ബേസിക് അല്ലാതെ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനങ്ങനെ എന്താ പറയുക, എൻ്റെ സിനിമയെ ജസ്റ്റിഫൈ ചെയ്തിട്ട് അല്ലെങ്കിൽ അതിനെ അങ്ങനെയൊന്നുമല്ല. എൻ്റെ സിനിമ, മൈ ഫിലിം ഈസ് ഔട്ട് ദെയർ ഫോർ യു പീപ്പിൾ ടു സീ. നമ്മൾ എന്ത് കാര്യം ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു 10,000 പേരെ അറിയിക്കണം എന്നുള്ളൊരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്ത് പറയുമ്പോഴും അമ്മയെ തെല്ലിയാലും 2 പക്ഷത്തുമാണ് നമ്മളിപ്പം എവിടെ നോക്കിയാലും കാണുന്നത്. ഞാനെപ്പോഴും ആലോചിക്കാറുണ്ട്, അതിനുള്ള അവസരം താങ്കൾ കൊടുക്കാറില്ല. ഇൻ്റർവ്യൂസ് വളരെ കുറവാണ്. പബ്ലിക് അപ്പിയറൻസസ് ആണെങ്കിലും താങ്കളുടെ കാര്യങ്ങൾ ചെയ്യുന്നു, താങ്കൾ പോകുന്നു. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു രീതി? ഇൻ്റർവ്യൂസിനുള്ള വിഷ്വൽ ഇൻ്റർവ്യൂസ് കുറയ്ക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, വിഷ്വൽ ഇൻ്റർവ്യൂസ് നമ്മൾ കൊടുക്കുന്നു, ഇതിലൊരു ഉത്തരത്തിൻ്റെ ഒരു ഭാഗം എടുത്തിട്ട് ആ ഭാഗം ഒരു അജണ്ട ഡ്രൈവ് ചെയ്യുന്നവർ അതിനെ റീൽസ് ആക്കുന്നു സെപ്പറേറ്റ് ആയിട്ട്. അപ്പോൾ അത് കാണുന്നവർക്കും കേൾക്കുന്നവർക്കും അത്രയേ പറഞ്ഞിട്ടുള്ളൂ എന്ന് തോന്നുന്നു. വേറൊരു ഗ്രൂപ്പ് വേറൊരു സാധനം, വേറൊരു ലൈൻ, അതേ ആൻസറിൻ്റെ വേറൊരു ലൈൻ എടുത്തിട്ട് വേറൊരു റീലാക്കും. അപ്പോൾ ഈ 2 റീലുമാണ് ഇൻ്റർവ്യൂവിനേക്കാളും പ്രചാരം ഇപ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഇൻ്റർവ്യൂസ് കൊടുക്കുമ്പോൾ ഇൻ്റർവ്യൂസ് തന്നെ സ്പ്ലിൻറ്റേഴ്സ് ആയിട്ട് പലതായിട്ട് പല സ്ഥലങ്ങളിലോട്ട് പോയി പലരും അതിനെ അജണ്ട ഡ്രിവൺ ആയിട്ടുള്ള അവരുടെ സോഷ്യൽ മീഡിയ ഹോംസിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇറ്റ് ഹാസ് ബിക്കം അബ്സല്യൂട്ട്ലി ഡേഞ്ചറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഇന്ത്യയിൽ നമ്മളൊരു ആൻസർ പറയുമ്പോൾ ആ ഫുൾ ക്വസ്റ്റ്യനും ആൻസറും കോണ്ടെക്സ്റ്റിൽ പ്ലേസ് ചെയ്യുമ്പോൾ മാത്രമേ അതിൻ്റെ റൈറ്റ് സെൻസിൽ അത് കിട്ടൂ. അതിൻ്റെ ഒരു പാർട്ട് മാത്രം എടുത്തിട്ട് ഭയങ്കര മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും
ഒക്കെ ഇട്ട് പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ദ ഹോൾ പർപ്പസ് ഇസ് ഡിഫീറ്റഡ്. അതുകൊണ്ടാണ് ഞാനത് കൊടുക്കാത്തത്. പക്ഷെ ദർ ഇസ് ഓൾസോ ദി സെയിം എനി പബ്ലിസിറ്റി ഈസ് ഗുഡ് പബ്ലിസിറ്റി എന്നുള്ളൊരു ഇതാണ് എല്ലാവരും ഫോളോ ചെയ്യുന്നത് എന്നുള്ളത്. ഐ ഡോണ്ട് ഫോളോ ദാറ്റ്. ആ എനി പബ്ലിസിറ്റി ഈസ് നോട്ട് ഗുഡ് പബ്ലിസിറ്റി ഫോർ മീ. ഞാൻ അങ്ങനെ പബ്ലിസിറ്റി ക്രേവിംഗ് ആയിട്ടുള്ള ഒരാളുമല്ല. റൈറ്റ് പബ്ലിസിറ്റി ഈസ് ദ ഗുഡ് പബ്ലിസിറ്റി. അനന്തൻ കാടാണ് വരാൻ പോകുന്ന സിനിമ. ഈ ഉത്തരം കിട്ടിയത് കൊണ്ട് തന്നെ എനിക്കറിയാം ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ചോദിച്ചിട്ട് കാര്യമില്ല. പക്ഷേ അതിൽ എക്സൈറ്റിംഗ് ആയിട്ടുള്ള എക്സ്പെക്ട് ചെയ്യേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിൻ്റെ മ്യൂസിക് ആണെങ്കിലും ടെക്നിക്കൽ സൈഡ് ആണെങ്കിലും ഒക്കെ. അപ്പോൾ GN കൃഷ്ണകുമാറാണ്, ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹമാണ് അതിൻ്റെ ഡയറക്ടർ. അദ്ദേഹം നേരത്തെ ടിയാൻ എന്നുള്ള സിനിമ ഞാനുമായിട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ്. പിന്നെ അതിൻ്റെ മ്യൂസിക് ചെയ്യുന്ന അജ്നീഷ് ലോക്നാഥാണ്. അദ്ദേഹമാണ് കാന്താര മ്യൂസിക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം ഫസ്റ്റ് ടൈം ഹീസ് ഡൂയിങ് എ ഫിലിം ഇൻ മലയാളം. പിന്നെ യുവയാണ് അതിൻ്റെ ക്യാമറമാൻ. ഹീസ് ഫ്രം മദ്രാസ്. പിന്നെ ഒരു വലിയ സ്റ്റാർ കാസ്റ്റ് ഉണ്ട്. ഇറ്റ് വിൽ ബി എ ഡിഫറെൻറ്റ് സിനിമാറ്റിക് എക്സ്പീരിയൻസ് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മുഴുവൻ മലയാളമാണോ? അല്ല, അഗെയിൻ അതൊരു തമിഴ് മലയാളം ഫിലിമാണ്. ഇറ്റ് ഈസ് നോട്ട് എക്സാക്ട്ലി എ ബൈലിംഗ്വൽ, ബട്ട് ബൈലിംഗ്വൽ ആസ്പെക്ട്സ് ഉള്ളൊരു സിനിമയാണ്. പിന്നെ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ചോദ്യമായ ത്രില്ലറാണോ അല്ലയോ? എനിക്ക് ഉത്തരവില്ലാത്തതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ത്രില്ലർ ആസ്പെക്ട്സ് ഉണ്ടാവാം എന്നുള്ളത്. ഇറ്റ്സ് എ ജോണർ മിക്സ് എന്നേ പറയാൻ പറ്റും. മുരളി ഗോപി എന്ന് പറയുന്ന ഒരാളെ വരും തലമുറ എങ്ങനെ അറിയണമെന്നാണ് ആഗ്രഹിക്കുന്നത്? അല്ലെങ്കിൽ വാട്ട് ഈസ് എ ലെഗസി ദാറ്റ് യു വാണ്ട് ടു ലീവ് ബിഹൈൻഡ്? I never think about that. I'm not concerned about it. സത്യത്തിൽ. ബിക്കോസ് ഞാൻ പറയാനുള്ളത് പറഞ്ഞിട്ട് പോകുന്ന ഒരാളാണ്. അത് ആ പറച്ചിലിന് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ, അത് കാലാതിവർത്തിയായി നിൽക്കുകയോ ഇല്ലയോ എന്നുള്ളതൊന്നും ഒരു മനുഷ്യനും ആലോചിക്കേണ്ട ഒരു കാര്യമല്ല. ഞാൻ തീർച്ചയായിട്ടും ആലോചിക്കില്ല. അത് ഇറ്റ് ഈസ് അപ് ടു ദ ഫ്യൂച്ചർ ടു discern and decide how valuable my works are. Even if they are valuable at all, അതൊക്കെ അത് അതിൻ്റെ കയ്യിലുള്ളതാണ്, ഭാവിയുടെ കയ്യിലുള്ള കാര്യങ്ങളാണ്. ഐ ഡോണ്ട് ബോദർ അബൌട്ട് ദാറ്റ്. ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് പുസ്തകം വായന, സിനിമ കാണൽ അല്ലാതെ ചെയ്യുന്ന കാര്യം എന്താ? വാട്ട്സ് യുവർ ഹോബി? മ്യൂസിക് ഉണ്ട്, പുസ്തകം വായനയുണ്ട്, സിനിമ കാണലുണ്ട്. മ്യൂസിക് എനിക്കിഷ്ടമുള്ളതാണ്. പിന്നെ ഗെയിംസ് അവസരമുണ്ടെങ്കിൽ. കമ്പ്യൂട്ടർ ഗെയിംസ്? അല്ലല്ലോ, ക്രിക്കറ്റൊക്കെ എനിക്ക് ഇഷ്ടമുള്ള. അങ്ങനെ പുറത്തു പോയിട്ട് അപ്പോൾ നെറ്റൊക്കെ കിട്ടുന്ന അവസരങ്ങൾ ടർഫിലൊക്കെ കളിക്കാം. അങ്ങനെയൊക്കെ ഉണ്ട്. ഫഹദിന്റെ പോലെ കുറച്ചു കാലം കഴിയുമ്പോൾ ഒരു കീപാഡ് ഫോൺ മാത്രമായിട്ട് ഞങ്ങൾ മുരളി ഗോപിയെ കാണുമോ? അങ്ങനെ കാണാൻ അത്ര സാധ്യതയില്ല, അത്ര അടച്ചു കളയില്ല. അല്ല, ഇതൊന്നും നമ്മൾ തീരുമാനിച്ചിട്ടൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഇങ്ങനെ നമ്മൾ കുറച്ചു കാലം കഴിയുമ്പോൾ ഇങ്ങനെ ചെയ്യാമെന്നോ. എന്തൊരു അഹങ്കാരമാണല്ലോ. ഇന്ന് രാത്രി ഉറങ്ങി നാളെ എണീറ്റില്ലെങ്കിൽ അത്രേ ഉള്ളൂ. അത് ചിന്തിക്കാൻ പറ്റില്ലാത്തതുകൊണ്ടാണ്. അപ്പം മുരളി ചേട്ടാ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. യു ആർ ഓൾവേസ് വെൽക്കം. ബോൾഡായിട്ടുള്ള സിനിമകൾ ഒരുപാട് ചെയ്യാനായിട്ട് സാധിക്കട്ടെ. സം പീപ്പിൾ ഷുഡ് ടോക്ക്, സംബഡി ഷുഡ് ടോക്ക്. അറ്റ്ലീസ്റ്റ് ആരെങ്കിലുമൊക്കെ സംസാരിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സ്വന്തം സ്റ്റാൻഡിൽ നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ആൻഡ് ദാറ്റ് ഈസ് എ റീസൺ ഐ റെസ്പെക്ട് യു ആൻഡ് യുവർ മൂവീസ്. അപ്പം അതുപോലത്തെ ഒരുപാട് സിനിമകൾ ഇനിയും കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. സന്തോഷം. താങ്ക് യു. സൈന സൗത്ത് പ്ലസിൻ്റെ MYOPയുടെ ഒരു സമ്മാനം, അനന്തൻ കാർഡിൻ്റെ പേര് വെച്ചിട്ടുള്ള MYOPയുടെ പെർഫ്യൂം മുരളി ചേട്ടന് ഗിഫ്റ്റായിട്ട് കൊടുക്കുകയാണ്. അത് അതിൽ എൻഗ്രേവ് ചെയ്തതാണ്. അനന്തൻ കാർഡ് ഫ്രം MYOP. ഓക്കെ മുരളി ചേട്ടാ.